ാണ് വായിച്ചിരുന്നത്. അതിലെ 52 ആയത്തുകൾ നമ്മൾ കുറേശ്ശെ വിശദീകരിച്ചിട്ടുണ്ട്. അവസാനം പറഞ്ഞിരുന്നത് ഇത് ജനങ്ങൾക്കുള്ള മുന്നറിയിപ്പാണ് എന്നാണ്. ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കേണ്ടതാണ്, അതിലൂടെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകേണ്ടതാണ്. അവർ അറിയുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും ആരാധ്യൻ ഏകനാണ്, അതോടൊപ്പം ബുദ്ധിയുള്ളവർ കാര്യം ഉൾക്കൊള്ളാനും വേണ്ടി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പിന്നെ നിങ്ങൾക്ക് ഫാൻ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച്, നിങ്ങൾ മുമ്പുക്കാക്കിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ബാക്ക് തുടങ്ങുന്നതും. അപ്പൊ നമ്മൾ ഖുർആനിലെ അധ്യായങ്ങൾ ഇങ്ങനെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ മിക്ക അധ്യായങ്ങളും ഇപ്പൊ സൂറത്ത് ബക്കറ ഖുർആനിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സൂറത്ത് ബക്കറ ഖുർആനെ കുറിച്ചാണ് പറയുന്നത്. അതുപോലെ തന്നെ അറാഫ് എടുത്തു നോക്കിയാൽ ഖുർആനെ കുറിച്ച് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. പിന്നെ കീഴ്പോട്ട് വന്ന യൂനുസ്, ഹൂദ്, യൂസുഫ്, റാദ്, ഇബ്രാഹിം, ഹിജ്ർ, നഹ്ല്, ഇതൊക്കെ പരിശുദ്ധ ഖുർആനെ കുറിച്ച് പറഞ്ഞിട്ടാണ് ആ അധ്യായങ്ങൾ തുടങ്ങുന്നത്. എടുത്തു നോക്കേണ്ടി. പിന്നെ സൂറത്തു കഹ്ഫ് എടുത്തു നോക്കിയാൽ അത് ഖുർആനെ കുറിച്ച് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അങ്ങനെ പിന്നെ ത്വാഹ എടുത്തു നോക്കിയാൽ അങ്ങനെ ഒരുപാട് അധ്യായങ്ങൾ പരിശുദ്ധ ഖുർആനെ കുറിച്ച് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. സൂറത്ത് ഇബ്രാഹിമിന്റെ തുടക്കം ഖുർആനെ കുറിച്ച് പറഞ്ഞിട്ടായിരുന്നു, അവസാനിപ്പിച്ചതും ഖുർആനെ കുറിച്ച് പറഞ്ഞിട്ടാണ്. അപ്പൊ ഇബ്രാഹിം അവസാനിപ്പിച്ചിടത്ത് നിന്നാണ് സൂറത്ത് ഹിജ്ർ തുടങ്ങുന്നത്. ഹിജ്ർ വായിച്ചു നോക്കുമ്പോൾ ആ അധ്യായത്തിന്റെ പേര് ഹിജ്ർ എന്നതൊരു സ്ഥലത്തിന്റെ പേരാണ്. നമുക്കറിയാം സ്വാലിഹ് അലൈഹിസ്സലാമയുടെ സമൂഹം ഏതായിരുന്നു? അത് സമൂദ് ഗോത്രം. സമൂദ് ഗോത്രം താമസിച്ചിരുന്ന പ്രദേശത്തിന്റെ പേരാണ് ഹിജ്ർ. ഇന്നത്തെ മദീനയുടെയും തബൂക്കിന്റെയും ഇടയിലുള്ള ഒരു പ്രദേശമാണ് എന്ത്? ഹിജ്ർ എന്നുള്ളത്. അപ്പൊ ആ പ്രദേശത്തെ കുറിച്ച് അഥവാ ആ സമൂഹത്തെ കുറിച്ച് അസ്ഹാബുൽ ഹിജ്ർ എന്നതിൽ പ്രയോഗം നടത്തിയിട്ടുണ്ട്. 80-ാമത്തെ ആയത്തിൽ, സൂറത്തു ഹിജ്റിലെ 80-ാമത്തെ ആയത്തിൽ അസ്ഹാബുൽ ഹിജ്ർ എന്ന പ്രയോഗം കാണാം. അപ്പൊ ആ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് സൂറത്തു ഹിജ്ർ എന്ന് പേര് വന്നിട്ടുള്ളത്. അപ്പൊ ഇനി അതിന്റെ തുടക്കം എടുത്ത് നോക്കും നിങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അലിഫ് ലാം റാ തിൽക ആയാതുൽ കിതാബി വഖുർആനിൻ മുബീൻ റബ്ബമാ യവദ്ദുൽ ലദീന കഫറൂ ലൗ കാനൂ മുസ്ലിമീൻ. നാളെ ഉച്ചയ്ക്ക് ശേഷം വരും. ഓക്കെ, ഇല്ല ഓക്കെ. അലിഫ് ലാം റാ നമുക്കൊക്കെ അറിയാലോ. അലിഫ് ലാം റാ അല്ലെ, 3 അക്ഷരമുണ്ട്. ഹുറൂഫുൽ മുഖത്ത എന്ന് പറയും നമ്മള്. വേറിട്ട് നിൽക്കുന്ന അക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങുന്ന ആയത്താണ് അലിഫ് ലാം റാ. ഇങ്ങനെ ഒരക്ഷരം കൊണ്ട് തുടങ്ങുന്നുണ്ട്, 2 അക്ഷരം കൊണ്ട് തുടങ്ങുന്നുണ്ട്, 3 അക്ഷരം കൊണ്ട് തുടങ്ങുന്നുണ്ട്, 4 അക്ഷരം കൊണ്ട് തുടങ്ങുന്നുണ്ട്, 5 അക്ഷരം കൊണ്ട് തുടങ്ങുന്നുണ്ട്. 5 അക്ഷരം കൊണ്ട് തുടങ്ങുക എന്ന് പറഞ്ഞിട്ട് ഖാഫ് യാ ഐൻ സ്വാദ്, അവിടെ 5 അക്ഷരം ഉണ്ടാവും. ഒരക്ഷരം നൂൻ. അപ്പൊ അങ്ങനെ 1 മുതൽ 5 അക്ഷരങ്ങളെ വരെ കൊണ്ട് തുടങ്ങുന്ന ഇങ്ങനെയുള്ള ആയത്തുകൾ കാണാം. തുടക്കത്തില് നമ്മൾ പറഞ്ഞിരുന്നു ആയാത്തും മുത്തശാബിഹാത്തിനെ കുറിച്ച്. വേറൊരു ആയത്ത് ഏതാണ്? 2 തരം ആയത്തുണ്ട് എന്ന് പറഞ്ഞിരുന്നു ഖുർആനിൽ. ഒന്ന് ആയത്തും മുത്തശാബിഹാത്താണ്, മറ്റൊന്ന് മുഹ്കമാത്ത്. എവിടെയാണ് പറഞ്ഞത്? ആലിമ്രാനിൽ ഇല്ലേ? എത്രാമത്തെ ആയത്താണ്? ആലിമ്രാനിലെ ആയത്ത് ആരുടെങ്കിലും മനസ്സിലുണ്ടോ, ഓർമ്മയിലുണ്ടോ? ആദ്യത്തിലാണ്, 7-ാമത്തെ ആയത്താണ്. ഹുവല്ലദീ അൻസല അലൈക്കൽ കിതാബ് മിൻഹു ആയാത്തുൻ മുഹ്കമാത്തുൻ ഹുന്ന ഉമ്മുൽ കിതാബ് വ ഉഖറു മുത്തശാബിഹാത്ത്. അപ്പൊ മുഹ്കമാത്ത് മുത്തശാബിഹാത്ത് 2 ആയത്തുകളുണ്ട്. അപ്പൊ അതിൽപ്പെട്ടതാണ് ഇത്തരത്തിലുള്ള ഹുറൂഫുൽ മുഖത്ത കൊണ്ട് തുടങ്ങുന്നവ. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ ആലോചിക്കേണ്ടതില്ല എന്നതാണ്. ഇനി തിൽക ആയാത്തുൽ കിതാബി വ ഖുർആനിൻ മുബീൻ. തിൽക അല്ലെ, ഇത് ആയാത്തുൻ വചനങ്ങളാണ്, തെളിവുകളാണ്. അൽ കിതാബ് വേദത്തിലെ,
പോരാ, കിതാബ് എന്നത് പോരാ, ഖുർആനിൻ മുബീൻ, വ്യക്തമായും ആശയം ഗ്രഹിച്ചു വായിക്കപ്പെടേണ്ട ഗ്രന്ഥത്തിലെ ആയത്തുകളാകുന്നു ഇത് എന്നാണ്. അപ്പൊ ഖുർആനിനെയാണ് പരിചയപ്പെടുത്തുന്നത്. പലപ്പോഴും നമ്മൾ സൂചിപ്പിച്ചതാണ്, പരിശുദ്ധ ഖുർആൻ അത് അള്ളാഹുവിന്റെ കലാമാണ്. ആ കലാമിന്റെ പ്രാധാന്യം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, നമ്മൾ അതിനെ സമീപിക്കേണ്ടത് എന്നാണ്. ഖുർആനിന്റെ പ്രാധാന്യം അല്ലെ, വായിക്കപ്പെടേണ്ടത് എന്നതാണ് അതിന്റെ ആശയം തന്നെ. ഖുർആൻ ഇപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു നേരത്തെ, വായനാ ദിനമൊക്കെ കഴിഞ്ഞു. എന്നേനി 19-ാം തീയതിയോ ഏതൊരു വെള്ളിയാഴ്ചയായിരുന്നു. പക്ഷെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്, ലോകത്തിൽ ഒരു ഗ്രന്ഥത്തിന് പേര് വായിക്കപ്പെടേണ്ട ഗ്രന്ഥം നിന്നുണ്ടെങ്കിൽ അത് ഏത് മാത്രമാണ്? ഈ ഗ്രന്ഥം മാത്രമാണ്. അപ്പൊ അത്രയും വായിക്കപ്പെടേണ്ട പ്രാധാന്യമുള്ള ഗ്രന്ഥം. അപ്പൊ ഈ ഗ്രന്ഥത്തെ പരിചയപ്പെടുത്തിയിട്ട്, അപ്പൊ കഴിഞ്ഞ അധ്യായവും അതിന്റെ മുമ്പത്തെ അധ്യായമൊക്കെ നമ്മൾ അങ്ങനെ തന്നെയാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പം ഖുർആന്റെ പ്രാധാന്യം അത് അള്ളാഹുവിന്റെ കലാമാണ് എന്നതുകൊണ്ട് തന്നെ അത് വായിക്കപ്പെടേണ്ടതാണ്, അതിലെ ആശയങ്ങൾ ഗ്രഹിക്കപ്പെടേണ്ടതാണ് എന്ന്. അപ്പൊ ഈ പരിശുദ്ധ ഖുർആൻ കൃത്യമായി മനസ്സിലാക്കിയാൽ ചിലപ്പോഴെങ്കിലും റുബമായവദ്ദുല്ലദീന കഫറു, അത് രണ്ടു രീതിയിൽ വായന വന്നിട്ടുണ്ട്. റുബമ എന്ന് ശബ്ദില്ലാതെ വായിക്കാറുണ്ട്, ചിലപ്പോൾ ശബ്ദം കൊടുത്തിട്ട് റുബമ എന്നും വായനുണ്ട്. രണ്ടു രീതിയിലുള്ള ഖിറാഅത്തും കാണാൻ പറ്റും. റുബമായവദ്ദുല്ലദീന കഫറു, റുബമ ചിലപ്പോൾ, യവദ്ദു ആഗ്രഹിക്കും. ആരാഗ്രഹിക്കും? അല്ലദീന കഫറു, സത്യനിഷേധികളായ ആളുകൾ ആഗ്രഹിക്കും. എന്താണ് അവർ ആഗ്രഹിക്കുക? ലൗകാനു, അവർ ആയിത്തീർന്നെങ്കിൽ, മുസ്ലിമീൻ, മുസ്ലിങ്ങളായി തീർന്നെങ്കിൽ, അഥവാ അള്ളാഹുവിന് പരിപൂർണമായി ജീവിതത്തെ സമർപ്പിച്ചവരായി തീർന്നെങ്കിൽ എന്ന് ചിലപ്പോൾ സത്യനിഷേധികൾ ആഗ്രഹിച്ചു പോവാറുണ്ട് എന്ന്. അപ്പൊ അവിടെ രണ്ടു രീതിയിൽ വ്യാഖ്യാനിക്കാവുന്നതാണ്. പലപ്പോഴും മുസ്ലിങ്ങൾക്ക് ലഭ്യമാവുന്ന ആനുകൂല്യങ്ങൾ കാണുമ്പോഴും അതറിയുമ്പോഴൊക്കെയാണ് അവരെന്ത് ചെയ്യാറുള്ളത്? ഞങ്ങളും മുസ്ലിങ്ങളായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാറുള്ളത്. ഇപ്പൊ യുദ്ധത്തിലൊക്കെ മുസ്ലിങ്ങൾക്ക് വിജയമുണ്ടായി, വമ്പിച്ച വനീമത്ത് സ്വത്തൊക്കെ ലഭ്യമായി. അപ്പൊ അവരിങ്ങനെ ചിന്തിക്കും, നമ്മളും ആ കൂട്ടത്തിലാണെങ്കിൽ കുറച്ചൊക്കെ നമുക്കും കിട്ടിയിരുന്നു എന്ന്. ഇനി അതല്ല, ഈ ഇസ്ലാമിന്റെ മികവ് സത്യസന്ധമായി ആലോചിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ മികവ് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. മറ്റുള്ള ആശയങ്ങളെക്കാൾ, ആദർശങ്ങളെക്കാൾ, അല്ലെങ്കിൽ മറ്റുള്ള സംസ്കാരങ്ങളെക്കാളൊക്കെ ഇസ്ലാം മനുഷ്യന്റെ മുമ്പിൽ വെക്കുന്ന ആ നിയമങ്ങളും നിർദ്ദേശങ്ങളും തത്വങ്ങളും താക്കീതുകളും ചരിത്രങ്ങളും ഒക്കെ പഠിച്ചു നോക്കുമ്പോൾ മറ്റുള്ളവയേക്കാളൊക്കെ ഏറ്റവും മികച്ചു നിൽക്കുന്നത് ഇസ്ലാമിന്റെ ആശയാണ്, ആദർശാണ് എന്ന് എന്ത് ചെയ്യും? ബോധ്യപ്പെടും. അതൊരു മുൻവിധി ഇല്ലാതെ ആലോചിക്കുമ്പോ. അതുകൊണ്ടാണല്ലോ ലോകത്തിലെ അറിയപ്പെടുന്ന 100 നേതാക്കന്മാരെ കുറിച്ച് എഴുതി. ആരായിരുന്നു? മൈക്കിൾ ഹാർട്ട് ആയിരുന്നു. യൂറോപ്യൻ ആയിട്ടുള്ള മൈക്കിൾ ഹാർട്ട് 100 ആളുകളെ, ലോകത്തറിയപ്പെട്ട 100 ആളുകളെ കുറിച്ച് എഴുതിയപ്പോൾ 1-ാം സ്ഥാനത്ത് നിർത്തിയത് ആരെയാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. കാരണം അദ്ദേഹം പറഞ്ഞ ആശയങ്ങൾ, ആ പ്രബോധനം നടത്തിയ ആശയങ്ങൾ, ആ ആശയങ്ങൾ ജീവിതത്തിൽ നടപ്പാക്കുന്നിടത്ത് പ്രവാചകൻ കാണിച്ച ആ ഉത്സുകത, ആ കണിശത, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ 1-ാം സ്ഥാനത്ത് നിൽക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, മുഹമ്മദ് ആണ് എന്ന് മുസ്ലിം അല്ലാത്ത ഒരാളാണ് തീരുമാനിക്കുന്നത്. അപ്പം ഇസ്ലാമിന്റെ മികവ് ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് കേട്ട, പിന്നെ നമ്മളുടെ ഒരു മുൻ DIG ഉണ്ടല്ലോ, എന്തേനെയാണ് പേര്? അലക്സാണ്ടർ അല്ലെ. അദ്ദേഹം പലപ്പോഴും ഇസ്ലാമിന്റെ മികവിനെ കുറിച്ച് എന്ത് ചെയ്യാറുണ്ട്? അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിലൂടെ പറയാറുണ്ട്. പക്ഷെ അതൊക്കെ പറഞ്ഞാലും, അപ്പൊ ആ പറയുന്ന അത് മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം തോന്നും മുസ്ലിം ആയിരുന്നെങ്കിൽ. പക്ഷെ പലപ്പോഴും ഇടതും വലതൊക്കെ നോക്കുമ്പോൾ, കുടുംബങ്ങൾ, കൂട്ടുകാര്, മറ്റുള്ളതൊക്കെ നോക്കുമ്പോൾ അതിൽ നിന്ന് അകന്നു നിൽക്കാൻ അത് വേണ്ട എന്നുള്ളിടത്താണ് എന്ത് ചെയ്യാം തോന്നുക എന്ന്. അപ്പം ചിലപ്പോൾ സത്യനിഷേധികൾ പോലും ആലോചിക്കുന്ന,
ലൗ കാനൂ മുസ്ലിമീൻ, അവർ അള്ളാഹുവിന് പരിപൂർണമായി കീഴ്പ്പെടുന്നവരായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന്. അപ്പം അത് നമ്മൾക്ക് ഒരു പ്രചോദനം കൂടി എഴുകയാണ് ആ ആയത്ത്. എന്താണ് അങ്ങനെ? എന്താ നമ്മൾക്കൊരു പ്ലസ് പോയിന്റ് നൽകുന്നുണ്ട് ആയത്ത്. എന്തേ? ഞാൻ ഉൾക്കൊള്ളുന്ന ആശയമാണ് ഏറ്റവും നല്ലത് എന്ന് എന്റെ എതിരാളികൾ പോലും ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്? അംഗീകരിക്കുന്നുണ്ട്. ഞാൻ ഉൾക്കൊള്ളുന്ന ആശയത്തിലേക്ക് വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് പലതുകൊണ്ടും സാധിക്കാത്തത് കൊണ്ടാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഉൾക്കൊള്ളുന്ന ആ ഇസ്ലാമിന്റെ ആശയങ്ങളും ആദർശങ്ങളും വിശ്വാസവും ഒക്കെ എന്ത് ചെയ്യണം? അത് കൃത്യമായി ഒന്നുകൂടി ശക്തമായി എൻ്റെ ജീവിതത്തിൽ നിലനിർത്തണമെന്ന് ചിന്തിക്കുക. പക്ഷെ ഇന്ന് സമൂഹത്തിന്റെ അവസ്ഥ എന്താണ്? തിരിച്ചല്ലേ? ഈ ഇസ്ലാം എന്നൊക്കെ പറഞ്ഞാല് അല്ലെ പഴഞ്ചനാണ്, അല്ലെ? സ്വർഗം നരകം എന്നൊക്കെ പറഞ്ഞാല് ഇതൊക്കെ വെറുതെ പറയാണ്, അല്ലെ? ഇസ്ലാമിന്റെ ഓരോ നിയമങ്ങൾ എടുത്തു നോക്കും നിങ്ങൾ. ആ നിയമങ്ങൾ കൃത്യമായി പഠിക്കുകയാണെങ്കിൽ അതിന്റെ മികവ് കിട്ടും. പക്ഷെ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ എന്താ? ആ ഇസ്ലാമിന്റെ നിയമങ്ങളൊക്കെ പോലും എന്ത് ചെയ്യും? ഒഴിവാക്കിയിട്ടാണ്. ഇപ്പൊ ഡ്രസ്സിങ്ങിന്റെ കാര്യം എടുത്തു നോക്കിയാട്ടെ നിങ്ങൾ. ഇസ്ലാം കൃത്യമായിട്ട് ഒരു ഡ്രസ് കോഡ് പറഞ്ഞിട്ടുണ്ട്. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും കൃത്യമായ ഒരു ഡ്രസ് കോഡ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മുസ്ലിം സ്ത്രീ മുഖവും മുൻകൈയും ഒഴികെ ബാക്കിയുള്ള ഭാഗങ്ങൾ അന്യപുരുഷന്റെ മുമ്പിൽ എന്ത് ചെയ്യണം? കൃത്യമായി മറച്ചിരിക്കണം എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ ഡ്രസ്സിന്റെ ഇസ്ലാമിന്റെ ഈ നിയമത്തിന്റെ മികവ് വേറുള്ളവർ ഉൾക്കൊള്ളാറുണ്ട്. ഇപ്പം പിന്നെ കമലാ സുരയ്യ മാധവിക്കുട്ടിയാവുന്ന കാലഘട്ടത്തില് ഇസ്ലാമിന്റെ ആ ഡ്രസ്സിങ്ങിനെ കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? അതിന്റെ മികവിനെ കുറിച്ച് അവർ പറഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു സാന്ദ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നടി അങ്ങാണ്ട് പർദ്ദട്ടിട്ട് ഒരു പിന്നെ ഇന്റർവ്യൂവിന് പോയിട്ട് അവര് പറഞ്ഞിട്ടുണ്ട്, ഈ വസ്ത്രത്തിന്റെ മേന്മയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർ സാധാരണ പർദ്ദട്ടല്ല പോകാറുള്ളത്. പക്ഷെ ഞാൻ ആ പോകുന്ന സ്ഥലത്ത് പർദ്ദട്ട് പോകലായിരുന്നു ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. കാരണം എന്നെ തുറിച്ചു നോക്കുന്ന ചില ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരുടെ ഇടയ്ക്ക് ഈ ഡ്രസ്സ് അണിഞ്ഞു പോകലായിരുന്നു ഏറ്റവും ഉത്തമം എന്ന്. ആ ഡ്രസ്സിന്റെ മികവാണ് അവർ പറഞ്ഞത്. പക്ഷെ നമുക്ക് ബോധ്യപ്പെടാറില്ല. നമ്മളെ കൗമിന് നമ്മളെ കൗമ് തിരിച്ചാണല്ലോ, അല്ലെ? പാന്റും ജീൻസും ഒക്കെ ഇട്ട് പോയാൽ അതാണ് ഏറ്റവും നല്ല മെച്ചം എന്നാണ് ചിന്തിക്കാറുള്ളത്. അങ്ങനെ ഓരോ ആശയങ്ങളെ കുറിച്ച് എടുത്തു നോക്കും നിങ്ങൾ. അപ്പൊ സത്യനിഷേധി ഇസ്ലാമിനെ വിലയിരുത്തുമ്പോൾ അവൻ ചിന്തിക്കാറുണ്ട് എന്നാ, മുസ്ലിങ്ങളായിരുന്നെങ്കിൽ ലൗ കാനു മുസ്ലിമീന്ന്. പക്ഷെ അപ്പൊ നമ്മൾക്ക് നമ്മളുടെ ആ നിലയും വില എന്ത് ചെയ്യുന്നില്ല? നമ്മളുടെ സംസ്കാരത്തിന്റെ ആ മികവ്, അതിന്റെ ഫളില് നമുക്ക് ബോധ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് നമ്മളുടെ ഒരു പ്രശ്നം മുസ്ലിം സമൂഹത്തിന്റെ. അപ്പം നമ്മൾ സത്യത്തിലാണ് എന്നുള്ളതാണ് ഈ ആയത്ത് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഇനി സത്യനിഷേധിയെ കുറിച്ച് ഖുർആൻ എടുത്തു പറയാണ്, ദർഹും യഅ്കുലു വയതമത്തഉ വയുൽഹിഹിമുൽ അമൽ ഫസൗഫ യഅലമൂൻ. ദർഹും, നീ അവരെ ഉപേക്ഷിച്ചേക്കുക. ദർഹും യഅ്കുലു, അവർ ഭുജിക്കുന്നു, വയതമത്തഉ, അവർ ഭോഗിക്കുകയും ചെയ്യുന്നു, അഥവാ അവർ സുഖിക്കുകയും ചെയ്യുന്നു. വയുൽഹിഹിം, അവരെ ശ്രദ്ധയില്ലാത്തവരാക്കിയിട്ടുണ്ട്, അശ്രദ്ധയിലാക്കിയിട്ടുണ്ട്. അൽഹാഖു മുത്തക്കാസിറൊക്കെ പഠിക്കണ്ടല്ലേ നമ്മള്. യുൽഹിഹിം, അവരെ അശ്രദ്ധയിലാഴ്ത്തിയിട്ടുണ്ട്. അൽ അമൽ, മോഹങ്ങള്, ആഗ്രഹങ്ങള്. ഫസൗഫ യഅലമൂൻ, ഫസൗഫ എന്നാൽ ശേഷം, യഅലമൂൻ അവർ കാര്യങ്ങൾ ഗ്രഹിക്കുന്നവരാണ്, അവർക്ക് കാര്യം ബോധ്യപ്പെടുന്നു. അപ്പൊ സത്യനിഷേധി ഇസ്ലാമിലേക്ക് വന്നെങ്കിൽ എന്ന് അവൻ മനസ്സ് കൊണ്ട് ആഗ്രഹിക്കാറുണ്ട് എന്നാണ്. പക്ഷെ ആ സത്യത്തെ പാടെ നിഷേധിക്കുന്ന ഓന്റെ പിന്നാലെ പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടാത്ത ഒരാളുടെ പിന്നാലെ പോയിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. അവൻ തൽക്കാലം എന്ത് ചെയ്തേക്ക്? ദർഹും, മാറ്റി നിർത്തിയേക്ക് എന്ന്. കാരണം യഅ്കുലൂവയതമത്തഉ, അവരുടെ ചിന്ത എന്താ? അവർ ഭുജിക്കുകയും ഭോഗിക്കുകയും ചെയ്യുന്നു എന്ന്. ഒരു സ്ഥലത്ത് ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുള്ളത് അവര് യഅ്കുലൂനവയതമത്തഊന കമാ തഅ്കുലുൽ അൻആം എന്നാണ്. നാക്കാലികളെ പോലെയാണ്.
നാൽക്കാലിയെ സംബന്ധിച്ചിടത്തോളം ഹക്കും ബാത്തിലൊന്നുമില്ല, ഹറാമും ഹലാലും ഇല്ല. അതിന് വിശക്കുമ്പോ അതിന്റെ മുന്നിൽ കിട്ടിയത് എന്ത് ചെയ്യും? അത് ഭുജിക്കും. അതുപോലെ തന്നെ അതിന്റെ സുഖവും ഭോഗവും ഒക്കെ അങ്ങനെ തന്നെയാണ്. അതിന് പ്രത്യേകിച്ച് നിയന്ത്രണങ്ങളൊന്നുമില്ല. അപ്പൊ ഇതുപോലെയാണ് സത്യനിഷേധി. അവന് പ്രത്യേകമായ നിയമങ്ങളോ നിർദ്ദേശങ്ങളോ ഒന്നും പാലിക്കാതെ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് അവനെ തൽക്കാലം വിട്ടേക്കുക. കാരണം അവൻ ഭുജിച്ച് തിന്ന് സുഖിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ് കാരണം? വയുൽഹിഹിം, അവരെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു, ശ്രദ്ധയില്ലാത്തവരാക്കിയിരിക്കുന്നു. എന്ത്? അൽ അമൽ, മോഹങ്ങൾ, ആഗ്രഹങ്ങൾ. വെറും ആഗ്രഹം എന്ന് പറഞ്ഞാൽ പോരാ, അത്യാഗ്രഹങ്ങൾ. അഥവാ ഇഹലോകത്തിൽ അവർക്ക് നേടിയെടുക്കേണ്ടതായ ഒരുപാട് അത്യാഗ്രഹങ്ങൾ അവരുടെ മുമ്പിലുണ്ട്, മോഹങ്ങൾ അവരുടെ മുമ്പിലുണ്ട്. ആ മോഹങ്ങളാണ് യഥാർത്ഥത്തിൽ മരണാനന്തരമുള്ള ജീവിതത്തിൽ നിന്ന് അവരുടെ ശ്രദ്ധയെ എന്ത് ചെയ്തത്? തിരിച്ചു കളഞ്ഞു. ദുനിയാവ് തലക്ക് പിടിച്ചാൽ പിന്നെ ആഖിറത്തിനെ കുറിച്ച് എന്തുണ്ടാവില്ല? ബോധം ഉണ്ടാവില്ല. കാരണം ദുനിയാവോന്ന് പറഞ്ഞ് അല്ലേ പായുന്ന മനുഷ്യൻ. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്താ പറഞ്ഞത്? നിങ്ങൾ ഈ ചവറുകളെ പോലെ ആയിരിക്കും. വെള്ളത്തിൽ ഒഴുകി വരുന്ന ചവറുകളെ പോലെ നിങ്ങളായിത്തീരും. മറ്റുള്ള സമൂഹങ്ങൾ നിങ്ങൾക്കെതിരെ, പ്രവാചകനാണ് ഒരു ഉദാഹരണം കൂടി പറഞ്ഞിട്ടുണ്ട്, ഭക്ഷണത്തളികയിലേക്ക് തീറ്റക്കൊതിയന്മാർ പാഞ്ഞടുക്കുന്നത് പോലെ മുസ്ലിം സമൂഹത്തിനെതിരെ ശത്രുക്കൾ വരുന്നു. അപ്പൊ ഭക്ഷണത്തളികയിലേക്ക് തീറ്റക്കൊതിയന്മാർ പാഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ അപ്പൊ അത് ഒരു പ്രത്യേക രീതിയാണ്. ഇപ്പൊ ഇന്നത്തെ ഒരു കാലത്ത് പട്ടിണിയും പരിവട്ടമൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഇല്ലേ, അടിയന്തരത്തിനൊക്കെ പോയാൽ ആ സവറ വിരിച്ചിട്ട് വാഴഞ്ചലൊക്കെ ഇട്ടിട്ടൊരു ചോറ് ആകുമ്പോഴുണ്ടല്ലോ, ആ ചോറിൽ ആ കഷ്ണമുള്ള കറിയായിട്ട് വീഴുമ്പോ ഉണ്ടാവുന്ന ഒരു അവസ്ഥ ഉണ്ട്. അപ്പൊ ഇതേ രീതിയിൽ മുസ്ലിം സമൂഹത്തിനെതിരെ ഈ ശത്രുക്കൾ പാഞ്ഞടക്കുന്നത്. അപ്പൊ പ്രവാചകനോട് സഹാബത്ത് ചോദിച്ചു, ഞങ്ങൾ എണ്ണത്തിൽ കുറവായിരിക്കും എന്ന്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ല, നിങ്ങൾ എണ്ണത്തിലൊക്കെ കൂടുതലുണ്ടാവുമെന്ന്. എന്നാലും ശത്രുക്കൾ നിങ്ങൾക്കെതിരെ തിരിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ എന്താണ് അതിന് കാരണം എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, നിങ്ങളെ വഹിന് ബാധിക്കുമെന്ന് പറഞ്ഞു. വഹിന് ബാധിക്കും. ആ വഹിന് ബാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഈ ചവറുകളെ പോലെ, വെള്ളത്തിൽ ഒഴുകി വരുന്ന ചവറുകളെ പോലെ ആയിത്തീരും. മുസാവും കൗസായി സെയിം. ഒരു നിലയും വലിയ ഉണ്ടാവില്ല. ഈ ചവർ ആരെങ്കിലും അത് തട്ടിട്ട് പോകുന്നല്ലാതെ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ അടുത്ത ചോദ്യം ചോദിച്ചു, എന്താണ് അതിന് പ്രവാചകരെ കാരണം? അവിടെയാണ് നമ്മളെ പോയിന്റ്. രണ്ടു കാരണമാണ് പറഞ്ഞത്. ഒന്ന് ഹുബ്ബുക്കുമുദ്ദുന്യ വ കറാഹിയത്തുൽ മൗത്ത്, ദുനിയാവിനോടുള്ള നിങ്ങളുടെ അത്യാർത്തി, ഹുബ്ബ്, എങ്ങനെ ഈ ദുനിയാവ് നേടിയെടുക്കണം എന്ന ചിന്ത. അതുപോലെ തന്നെ കറാഹിയത്തുൽ മൗത്ത്, മരണത്തെക്കുറിച്ചുള്ള ഒരു വിരക്തി, മരണബോധമില്ലായ്മ, മരണത്തെക്കുറിച്ച് മരിച്ചു പോവണം എന്ന ചിന്ത ഉണ്ടാവില്ല. മരിക്കാനുള്ള വെറുപ്പ് എന്ന് പറഞ്ഞാൽ മരണത്തെക്കുറിച്ചുള്ള ബോധമില്ലാതെ അങ്ങനെ ജീവിക്കും ദുനിയാവ്. നമുക്ക് ഈ മോഹമാണ്, ഈ ദുനിയാവിനോടുള്ള മോഹമാണ് അവരെ അശ്രദ്ധയിൽ ആഴ്ത്തിക്കളഞ്ഞത്. അഥവാ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യൂല, അവര് ശ്രദ്ധിക്കൂല, അശ്രദ്ധയിൽ ആഴ്ത്തിക്കളഞ്ഞത്. ഇപ്പൊ 10:30 ഒരു ഖുർആൻ ക്ലാസ് ഉണ്ട്, നിങ്ങളൊക്കെ വരണോ, ഒരു അരമണിക്കൂറുണ്ട് എന്ന് പറഞ്ഞാല് നമ്മളെ കൗമുന്ന് എത്ര ആൾക്കാർ വരും? 10:30 ഒരു ഖുർആൻ ക്ലാസ് ഉണ്ട്. ഏറ്റവും ടോപ്പ്, ലോകത്തിൽ ഏറ്റവും ടോപ്പ് ക്ലാസ് എടുക്കുന്ന ആള്, അതിന്റെ എല്ലാ വശങ്ങളും വിശദീകരിച്ച് ക്ലാസ് എടുക്കുന്നുണ്ട്. ഒരു അരമണിക്കൂറുണ്ട്, 10:30 നിങ്ങൾ വരണം എന്ന് പറഞ്ഞു. അരമണിക്കൂറേ ഉള്ളൂ. 11 മണിക്ക് തീരുന്ന തന്നെ നമ്മളെ കൂട്ടത്തിൽ എത്ര ആൾക്കാർ വരും? അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു 2:30 വേറൊരു ക്ലാസ് ഉണ്ട്. അയാള് വലിയ ടോപ്പായിട്ടുള്ള ഒരാളാണ്. 2:30 ഒരു ക്ലാസ് ഉണ്ട്, 2:30 മുതൽ 3 വരെ ഉണ്ട്. നിങ്ങളൊന്ന് വരണം എന്ന് പറഞ്ഞാല് അരമണിക്കൂറേ ഉണ്ടാവുള്ളൂ അല്ലേ? എന്നാലോ 10:30 കളിയുണ്ട് പറഞ്ഞാല്
ഖത്തറിന്റെ കളി അല്ലേ, അത് അവസാനിച്ചില്ല, എക്സ്ട്രാ ടൈമും കൊടുത്തു, പിന്നെ പെനാൽറ്റി ഷൂട്ടിങ്ങും ഒക്കെ നടന്നാലും ഒക്കെ കണ്ട് അല്ലേ. പിന്നെ 2:30 പറഞ്ഞാൽ അലാറം വെച്ച് കണ്ട് എന്ത് ചെയ്യും, 2:30 എന്ത് ചെയ്യും, കാണും. നമ്മളെ കൗമിന്റെ അവസ്ഥ അതല്ല എന്നുണ്ടെങ്കിൽ പറയും. അതാണ് അതിന്റെ അവസ്ഥ. നേരെ മറിച്ച് മോഹങ്ങളാണ്. യുൽഹിഹിമുൽ അമൽ. ചില മോഹങ്ങൾ അവരെന്ത് ചെയ്തിരിക്കുകയാണ്, അശ്രദ്ധയിലാഴ്ത്തിയിരിക്കുകയാണ്. അഥവാ കളിയാണ്, കാര്യമല്ല. എനിക്ക് 5 പൈസന്റെ ഉപകാരം അതുകൊണ്ടില്ല. അപ്പൊ വിനോദാണ് കളി. അപ്പൊ ആ വിനോദത്തിന് ഞാൻ ചെലവഴിക്കേണ്ട ഒരു സമയമുണ്ട്. എന്റെ 24 മണിക്കൂറിൽ നിന്ന് എത്ര വരെ ഞാൻ ചെലവഴിക്കാം എന്നതൊക്കെ ബുദ്ധിയുള്ള ഞാൻ കണക്കൂട്ടണം. കാരണം എനിക്ക് അതിന്റെ ടൈം ടേബിൾ ഉണ്ടായിരിക്കണം. പക്ഷെ കാര്യത്തിന് അത്ര സമയം വിനിയോഗിക്കുന്നില്ല, കളിക്കാണ് ഉപയോഗിക്കുന്നത് ഇല്ലേ. ജുമാ ഖുതുബ 5 മിനിറ്റ് കൂടിയാൽ എന്തേക്കാരോ, അന്ന് അവധിയാണ്, സ്കൂളൊന്നും ഇല്ല. എന്നാലും വന്ന മൗലവി എന്ത് ചെയ്തു, ഒരു 5 മിനിറ്റ് നീട്ടി പറഞ്ഞാല് ആ കാക്കാക്ക് ലോകം തിരിയിലാണ് ഇല്ലേ. ഇപ്പൊ റീൽസിന്റെ കാലല്ലേ, 3 മിനിറ്റ് റീൽസ് ഒക്കെയാണ്. ഖുതുബൊക്കെ പിന്നെന്ത് ചെയ്യണ്ടേ, റീൽസിനോട് 2-3 മിനിറ്റ് കൊണ്ട് തീരെ. അത്രയ്ക്ക് മനുഷ്യന്മാരെ ബുദ്ധിയിൽ നിൽക്കുള്ളൂന്ന് കാര്യട്ടോ. എന്നാ കളിയാണെങ്കിലോ എത്ര വേണമെങ്കിലും എന്ത് ചെയ്യും, നിൽക്കും ഇല്ലേ. എന്നിട്ട് ഇപ്പൊ നമ്മള് ഉദാഹരണം പറയും ചെയ്യും, നബിന്റെ ഖുതുബ ചെറിയ ഖുതുബേനി, പ്രാർത്ഥന വലിയ പ്രാർത്ഥനേനി എന്ന് പറയും. അപ്പൊ ചെറിയ ആന വലിയ ആട് എന്ന് പറഞ്ഞാല് വലിയ ആടിനെക്കാട്ടിലും ചെറുതായിരിക്കോ ചെറിയ ആന? ചെറിയ ആന എന്ന് പറഞ്ഞു, വലിയ ആട് എന്നും പറഞ്ഞാല്. അപ്പൊ പ്രാർത്ഥന ആടാണ്, ഖുതുബ ആനയാണ്. അപ്പൊ ചെറിയ ഖുതുബേനി എന്ന് പറഞ്ഞാല് അപ്പൊ നമ്മൾ അതിനെങ്ങനെ പിന്നെന്ത് ചെയ്യും. നേരെ മറിച്ച് വിനോദാണെങ്കിലോ വേറെന്തെങ്കിലുമൊക്കെ ആണെങ്കിലോ അതിന് നമ്മൾ എന്ത് ചെയ്യും, മുഴുകുന്നതിന് ഒരു മടിയില്ലാന്ന്. യുൽഹിഹിമുൽ അമൽ. 2:30 പിന്നെയും കടന്നു, പിന്നെ രാവിലെ 6:00 പറഞ്ഞാൽ പിന്നെ നീക്കിയാലേ ഇല്ലേ. 6:00 കളി തന്നെയാണ്. എന്നിട്ട് ബേജാറ് എന്റെ ടീം എന്തായി എന്നുള്ളത്. അപ്പൊ അത് നമ്മളെ സമൂഹത്തിന്റെ അവസ്ഥയാണ്. അപ്പൊ ചില മോഹങ്ങൾ, അത് ദുനിയാവുമായി കെട്ടിപ്പിണഞ്ഞിട്ടുള്ള ഈ മോഹങ്ങളാണ്. അതാണ് ഹുബ്ബുക്കുമുദ്ദുന്യ. അത് നിങ്ങളെ ചവറാക്കി മാറ്റുന്ന ഹുബ്ബുക്കുമുദ്ദുന്യ. കാരണം ഈ മരിച്ചോണം എന്നുള്ള ചിന്തയില്ല. ഏത് സമയത്തും മരണം വരും. അപ്പൊ ആ മരണം വരുന്നതിന്റെ മുമ്പ് ഞാൻ തീർക്കേണ്ട പടച്ചോനായിട്ടുള്ള ബാധ്യത ഉണ്ട്. ഇപ്പൊ ഹജ്ജിനൊക്കെ പോകേണ്ട സമയമല്ല, ഇപ്പൊ അപേക്ഷ കൊടുക്കേണ്ട സമയമാണെന്ന് എനിക്ക് തോന്നുന്നത്. ജൂലൈ 2 ആഴ്ചയാണ് ഉള്ളത്. അപ്പൊ ഹജ്ജ് എപ്പോഴാ നമ്മൾ ഹജ്ജ്? അത് കുറച്ചൊക്കെ ഒരു 50 ദിവസമൊക്കെ കഴിയട്ടെ, റിട്ടയർഡൊക്കെ ആവട്ടെ, ഇങ്ങോട്ടൊക്കെ സമയമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ. അങ്ങനെയാണോ ഹജ്ജ്? ആണോ? അങ്ങനെയല്ലല്ലോ ഹജ്ജ്. നമസ്കാരം പോലെ തന്നെ നിർബന്ധമായ ഒരു കാര്യമാണല്ലോ ഹജ്ജ്. എപ്പോഴും മനിസ്തത്തായിലേഹി സബീല. അതിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒത്തിണങ്ങിക്കഴിഞ്ഞാൽ നമസ്കാരം പോലെ തന്നെ നിർബന്ധമായിട്ടുള്ള ഒന്നാണ് ഹജ്ജ്. പക്ഷെ ആ പ്രാധാന്യം എടുക്കാറുണ്ടോ മുസ്ലിം സമൂഹം ഹജ്ജിന്? അത്രയൊരു പ്രാധാന്യം. കാരണം അള്ളാഹുവിന്റെ മേൽ ജനങ്ങളുടെ ബാധ്യതയാണ് എന്ന് ഖുർആൻ എടുത്തു പറഞ്ഞതാണ്. ഹജ്ജുൽ ബൈത്തി മനിസ്തത്തായിലേഹി സബീല എന്നത്. അപ്പം നമസ്കാരം എങ്ങനെ നിർബന്ധമാണോ അതുപോലെ നിർബന്ധമാണ് ഹജ്ജിനുള്ള എല്ലാ സാമ്പത്തികം, ശാരീരികം, യാത്ര, ബാക്കിയുള്ള സൗകര്യങ്ങളൊക്കെ ഒത്തിണങ്ങിയ അതുപോലെ നിർബന്ധമാണ് ഹജ്ജ്. പക്ഷെ ആ നമസ്കാരത്തിൻ നിർബന്ധമാകുന്നത് പോലെ ഹജ്ജിനെ കുറിച്ച് കാണാറുണ്ട് നമ്മൾ. എല്ലാം ഒത്തിണങ്ങിയിട്ടുള്ള ആളുകൾ, എല്ലാരും കുറിച്ചല്ല. മനിസ്തത്തായിലേക്ക് സബീല എന്ന് പടച്ചോൻ പറഞ്ഞ ആ ഷർത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തേ കാണാൻ സാധിക്കാത്തത്? അത് കുറച്ചും കൂടിയൊക്കെ കഴിയട്ടെ, അല്ലെ ഒരു 40 വയസ്സാണ് കഴിയട്ടെ, അല്ലെങ്കിൽ റിട്ടയർമെന്റ് ആവട്ടെ, കുട്ടികളെ കല്യാണമൊക്കെ കഴിയട്ടെ എന്നിങ്ങനെ വിചാരിച്ചു നിൽക്കും. അങ്ങനെയല്ല വേണ്ട. അതൊക്കെ പലപ്പോഴും ഈ ദുനിയാവിനെ കുറിച്ചുള്ള ചിന്തയാണ്. മരണം എപ്പോഴും എന്നെ പിടികൂടും എന്നുള്ള ബോധമില്ലായ്മയാണ് എന്ന്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മനുഷ്യന്, മുസ്ലിം സമൂഹം ചവറുകളായി മാറുന്ന, ആർക്കും വേണ്ടി വരൂല, ഒരു നിലയും ബലി ഉണ്ടാവൂല. എന്നിട്ട് ഖുർആൻ എടുത്ത് പറയണം, ഫസൗഫ യഅലമൂൻ. പിന്നീട് അവർ അറിയും. ആരറിയും? ഭോഗിക്കുകയും അതുപോലെ തന്നെ ഭുജിക്കുകയും ചെയ്ത് അങ്ങനെ നമ്മളുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അടിച്ചു പൊളിച്ച് വൈബാക്കി നടന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, അവര് ശേഷം അറിയും. എപ്പറിയും?
സൂറത്തു തക്കാസുർ വായിച്ചാൽ മതി. അൽഹാക്കുമു തക്കാസുർ. അല്ല, തക്കാസുർ ആണല്ലോ ടീമിന്റെ പേരിൽ തക്കാസുർ. എന്റെ നാട്ടുകാരനല്ല കേട്ടോ ടീം. എന്നിട്ട് ഞാൻ ഇന്ന ടീമുകാരനാണ് എന്റെ ടീമുകാരനാണ് എന്നുള്ളത്. ഏതോ ഉമ്മ പിന്നെ ഉസ്താദിനെ വിളിച്ചേ. പിന്നെന്താണ്, പിന്നെ ഒന്ന് നേരത്തെ വിടണം കേട്ടോ. പിന്നെ അപ്പൊ സദറിനോട് പറയണമെന്നാണ് ഉസ്താദ് പറഞ്ഞത്. സദറിനോട് പറയാൻ പറ്റില്ല, മൂപ്പര് അർജന്റീനന്റെ ആളാണ്. കാരണം ഉസ്താദിനെ വിളിക്കണം മെസ്സിന്റെ കുട്ടി മെസ്സിന്റെ ആളാണ്, വേറെ ഏതോ ടീമിന്റെ ആളാണ്. അപ്പൊ മറ്റോ പറയാണ്, അല്ല സദറിനോട് പറയാൻ പറ്റില്ല, മൂപ്പര് അർജന്റീനന്റെ ആളാണ്. അപ്പൊ ഈ രീതിയിലേക്ക് തക്കാസുറൊക്കെ ഈ സമ്പത്തിന്റെ പേരില് അല്ലെങ്കിൽ കുടുംബ മഹിമയുടെ പേരിലൊന്നും അല്ല. അപ്പൊ തക്കാസുർ വ്യാപകമാണ്. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വരെ അല്ലെ, നമ്മളെ മെനു അപ്പൊ എങ്ങനെ നിശ്ചയിക്കല്? നമ്മളെ കല്യാണത്തിന്റെ മെനു എങ്ങനെ നിശ്ചയിക്കല്? നമ്മള് അപ്പുറത്തെ ആചാരത്തെ കല്യാണം വിലയിരുത്തിയിട്ടല്ലേ, അല്ലെങ്കിൽ ഇപ്പുറത്തെ നോമ്പുതുറ വിലയിരുത്തിയിട്ടല്ലേ? ആലോചിച്ച് നോക്ക്. അല്ലല്ലോ, നമ്മളെ മെനു എങ്ങനെ നമ്മൾ നിശ്ചയിക്കണ്ടേ? നമ്മളെ കപ്പാസിറ്റി അനുസരിച്ചല്ലേ. അപ്പൊ നോക്ക് നിങ്ങൾ, തക്കാസുർ അങ്ങനെ ഓരോന്ന് ഇല്ലേ. ഞാൻ അന്നേരം ഇങ്ങനെ ഒരു വീട്ടിൽ പോയി. അപ്പൊ അവിടുത്തെ സോഫയും കാര്യങ്ങളൊക്കെ കണ്ടപ്പം തിരക്കടിയില്ല. അപ്പം എന്താണ്, അപ്പൊ ഇത് 7 വീട്ടിൽ പോയി നോക്കിയിട്ടുണ്ടെന്നാ. ഈ സോഫ റെഡിയാക്കാൻ വേണ്ടി 7 വീട്ടിൽ. അപ്പൊ ഈ സോഫ ഉണ്ടാക്കി കൊടുക്കണോ 6-7 വീട്ടിൽ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ആ വീട്ടിലൊക്കെ പോയി നോക്കിയിട്ടാണ് എന്ത് ചെയ്തത്, ഇത് റെഡിയാക്കിയത്. അപ്പം അതിലുള്ള ഉത്സുകത നോക്കി, ആയിക്കോട്ടെ പോയി നോക്കിയോട്ടെ, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. അതിലുള്ള ആ ഉത്സുകത, അതിന്റെ കുറച്ച് ഭാഗം ദുനിയാവിന്റെ കാര്യത്തിൽ കാണിക്കുന്ന ഈ ഉത്സുകത എന്ത് ചെയ്യണം? ഈ തക്കാസുർ ദീനിന്റെ കാര്യത്തിൽ വേണ്ടേ അല്ലേ? ഞാൻ സുന്നത്ത് നിസ്കരിച്ചിട്ടില്ല, ഞാൻ ഫർളേ നിസ്കരിച്ചിട്ടുള്ളൂ, സുന്നത്തും കൂടി നിസ്കരിച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ എനിക്ക് സുന്നത്ത് നിസ്കരിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊരു മത്സര ബുദ്ധി അവിടെ ഉണ്ടാവുന്നുണ്ടോ? അങ്ങനെയല്ലേ? ദുനിയാവിന്റെ കാര്യത്തിൽ നിങ്ങൾ കീഴ്പ്പെട്ട് നോക്കണം, ദീനിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മേപ്പോട്ട് നോക്കണം എന്നാണ് റസൂലുള്ള പറഞ്ഞത്. അപ്പോഴേ സ്വസ്ഥത കിട്ടുള്ളൂ. ദുനിയാവിന്റെ കാര്യത്തിൽ നമ്മൾ നല്ലോ മേപ്പോട്ട് നോക്കും, ഓൻ അതുണ്ട് ഇതുണ്ട് അതുണ്ട്, എനിക്ക് അതൊന്നുമില്ല. ഞാൻ മറിച്ച് ദീനിന്റെ കാര്യത്തിലോ ആഴ്ചയിൽ ആ ഖുർആൻ ക്ലാസ്സിലൊക്കെ പോകുന്നുണ്ടല്ലോ. മാത്രമല്ല സുബൈ സ്കെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഖുർആൻ എടുത്ത് ഓതുന്നുണ്ടല്ലോ. അല്ല, സുബൈന്റെ മുമ്പ് വന്നിട്ട് ഒരു 10 മിനിറ്റ് ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ടല്ലോ. എനിക്ക് അതിന് കഴിയണില്ലല്ലോ. അപ്പൊ ഓനെക്കാട്ടിൽ താഴെയാണല്ലോ ഞാൻ. അപ്പം ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ഖുർആൻ പാരായണം ചെയ്യണം. അങ്ങനെ ഒരു മത്സര ബുദ്ധി ലഫൽ യതനാഫസിൽ മുതനാഫിസുൻ. മത്സരിക്കുന്നവർ അതിനു വേണ്ടി മത്സരിക്കട്ടെ, സ്വർഗത്തിന് വേണ്ടി മത്സരിക്കട്ടെ എന്നാ പറഞ്ഞത്. അപ്പൊ ആ മത്സരമില്ലാതെ ഈ തക്കാസുർ പെരുമ നടിക്കുക, അൽഹാക്കുമു തക്കാസുർ ഹത്താ സുർത്തുമുൽ മഖാബിർ. ഏതുവരെ ഉള്ളൂ അത്? ഹത്താ സുർത്തുമുൽ മഖാബിർ. നിങ്ങൾ ഖബർ സന്ദർശിക്കുന്നത് വരെയുള്ളൂ. ഹത്താ സുർത്തുമുൽ മഖാബിർ. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, അവിടുന്ന് നിങ്ങൾ അറിയും. കല്ല സൗഫ തഅലമൂൻ. അതന്നെയാണ് ഖുർആൻ കൂടെ പറഞ്ഞത്. ഫസൗഫ യഅലമൂൻ. അവർ ശേഷം അറിയും. എന്നാണ് ഇതൊക്കെ അറിയാ? എപ്പോഴാണ് ഇതൊക്കെ ബോധ്യപ്പെടുക? ഒക്കെ കഴിഞ്ഞില്ലേ? ആരാണ്? അലക്സാണ്ടർ ദി ഗ്രേറ്റ് ആണോ മയ്യത്ത് കൊണ്ടുപോകുമ്പോ കൈ പുറത്തേക്ക് ഇടണമെന്ന് പറഞ്ഞ് അല്ലെ? അലക്സാണ്ടർ ദി ഗ്രേറ്റ് മയ്യത്ത് കൊണ്ടുപോകുമ്പോ കൈ പുറത്തേക്ക് ഇടണം, ഒക്കെ വെട്ടിപ്പിടിച്ചു. അദ്ദേഹം രോഗാതുരനായി. അവസാനം ആഗ്രഹം പറഞ്ഞു അത്ര ഉമ്മനൊന്ന് കാണണമെന്ന് മരിക്കണതിന്റെ മുമ്പ്. അപ്പൊ വൈദ്യം പറഞ്ഞത്ര കാണാൻ സാധ്യതയില്ല, അതിന്റെ മുമ്പ് നിങ്ങൾ മരിക്കുന്നു. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് സ്വന്തം ഉമ്മനെ കാണാനുള്ള ആഗ്രഹം പോലും നിറവേറാൻ ആർക്ക് സാധിച്ചില്ല. ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച അലക്സാണ്ടർക്ക് കഴിഞ്ഞില്ല എന്ന്. അപ്പൊ മയ്യത്ത് കൊണ്ടുപോകുമ്പോ, എന്റെ ശവം കൊണ്ടുപോകുമ്പോ കൈയൊന്ന് പുറത്ത് കിട്ടാറുണ്ട്. മാലോകർ അറിഞ്ഞോട്ടെ അലക്സാണ്ടർ ദി ഗ്രേറ്റ് ഇങ്ങനെയൊക്കെ വെട്ടിപ്പിടിച്ചിട്ടും പോകുമ്പോ ഒന്നും കൊണ്ടുപോകില്ല. അപ്പം ആ മരണത്തോടു കൂടി എല്ലാം ബോധ്യപ്പെടും ഇവനിന്ന്. നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിലും അവർക്ക് ബോധ്യപ്പെടുന്ന അല്ലെ. ഖബറ് മയ്യത്ത് കൊണ്ടുപോകുമ്പോഴൊക്കെ നരകാവകാശിയാണെങ്കിൽ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് അവൻ നിലവിളിക്കുന്നൊക്കെ ഹദീസിൽ കാണാം അല്ലെ. മനുഷ്യരല്ലാത്ത ആളുകളൊക്കെ അതെന്ത് ചെയ്യുന്ന പറഞ്ഞത്? ആ മനുഷ്യരല്ലാത്ത ആളുകൾക്കൊക്കെ വേണം ആ നിലവിളി കേൾക്കാൻ സാധിക്കുമെന്നൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് കാണാം. അപ്പൊ ആലോചിച്ച് നോക്കിയട്ടെ. അപ്പൊ അപ്പോഴേ അത് അറിയുള്ളൂ. അതുവരെ അവൻ ശ്രദ്ധയില്ലാതെ മരണമുണ്ട്, ആ മരണാനന്തര ഒരു ജീവിതമുണ്ട് എന്ന ബോധമില്ലാതെ യുൽഹിഹിമുൽ അമൽ, മോഹങ്ങൾ അവനെ
അശ്രദ്ധയിൽ ആഴ്ത്തിക്കളഞ്ഞു. അപ്പം എന്തിനാണ് ഖുർആൻ പറഞ്ഞത്? നമ്മളങ്ങനെ ആവരുത് അല്ലെ? നമ്മള് അങ്ങനെ ആവരുത്. മോഹങ്ങളിൽ കുടുങ്ങി, അത്യാഗ്രഹങ്ങളിൽ കുടുങ്ങി ദുനിയാവിനോട് കെട്ടിമറിഞ്ഞ് പരലോകത്ത് എന്ത് ചെയ്യാൻ പാടില്ല? നശിപ്പിക്കണം. എന്നാ ദുനിയാവ് പാടുപേക്ഷിക്കണോ? വേണ്ട. വലാ തൻസ നസീബക മിനദ്ദുനിയ പറഞ്ഞിട്ടുണ്ട്. ആരോടാ പറഞ്ഞ്? ഖാറൂനോട് വിശ്വാസി സമൂഹം ഉപദേശിച്ച ഉപദേശമാണ്. സൂറത്തു ഖസസിന്റെ അവസാനം കാണാം. വലാ തൻസ നസീബക വബ്തഗി ഫീമാ ആതാകല്ലാഹു അദ്ദാറൽ ആഖിറ. പടച്ചവൻ നിനക്ക് നൽകിയ വിഭവങ്ങളെ കൊണ്ട് നീ പരലോകത്തെയാണ് അന്വേഷിക്കേണ്ടത്. അവിടെ സ്വർഗം കിട്ടാൻ വേണ്ട പ്രവർത്തനം ചെയ്യണം. എന്നാ അതോടൊപ്പം വലാ തൻസ നസീബക മിനദ്ദുനിയ, ദുനിയാവിലുള്ള നിന്റെ വിഹിതം നീ എന്ത് ചെയ്യേണ്ടതില്ല? മറക്കേണ്ടതില്ല. അപ്പൊ തീരെ ദുനിയാവില്ലാതെ അങ്ങനെ ജീവിക്കണം എന്നല്ല ഇസ്ലാം. പക്ഷെ ദുനിയാവിലെ അത്യാഗ്രഹങ്ങൾ നമ്മളെ പരലോകത്തെ തൊട്ട് മറപ്പിച്ചു കളയാൻ പാടില്ല. സത്യനിഷേധിയുടെ അവസ്ഥ അതാണ് എന്ന്. വമാ അഹ്ലക്നാ മിൻ ഖറിയത്തിൻ ഇല്ലാ വലഹാ കിതാബും മഅലൂം. ഇനി ഇത്തരത്തിൽ സത്യനിഷേധികളായ ആളുകളുള്ള സമൂഹത്തെ പലപ്പോഴും അള്ളാഹ് നശിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ചെറിയൊരു സൂചന നൽകുക. വമാ അഹ്ലക്നാ, നാം നശിപ്പിച്ചിട്ടില്ല, മിൻ ഖറിയത്തിൻ, ഒരു നാടിനെയും അല്ലെങ്കിൽ ഒരു തലമുറയെയും, ഇല്ലാ വലഹ, അതിന് ഉണ്ടായിട്ടല്ലാതെ, കിതാബുൻ, കൃത്യമായ രേഖ, കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ, മഅലൂം, അറിയപ്പെട്ട നിർണയിക്കപ്പെട്ട രേഖ ഇല്ലാതെ ഒരു സമൂഹത്തെയും ഒരു നാടിനെയും നാം നശിപ്പിച്ചിട്ടില്ല. അല്ലെങ്കിൽ വേണമെങ്കിൽ കിതാബും എന്നതിന് അവിടെ അജലി എന്ന അർത്ഥം പറയാവുന്നതാണ്. അവധി. അടുത്ത ആയത്ത് വായിക്കുമ്പോൾ അത് കുറച്ചും കൂടി നന്നായി തീരുക അവിടെ അവധി എന്നുള്ളത് പറയലായിരിക്കും. അപ്പൊ കൃത്യമായ രേഖ ഉണ്ട്. അവരുടെ അവധി എന്ത് ചെയ്തിട്ടുണ്ട്? രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ആ അവധിയൊക്കെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടല്ലാതെ ഒരു ഖറിയത്തിനെയും ഒരു നാടിനെയും ഒരു സമൂഹത്തെയും അള്ളാഹ് എന്ത് ചെയ്തിട്ടില്ല? നശിപ്പിച്ചിട്ടില്ല. അപ്പൊ പല സമൂഹങ്ങളെ അള്ളാഹ് നശിപ്പിച്ചിട്ടുണ്ട്. നൂഹ് അലൈഹി സ്വലാമയുടെ അവിടുന്ന് ഇങ്ങോട്ട് വന്നാല് പല തലമുറകളെയും സമൂഹങ്ങളെയും അള്ളാഹ് നശിപ്പിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ചിന്തിക്കാനും പഠിക്കാനും ഒക്കെ അള്ളാഹ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സൂറത്ത് ഹജ്ജൊക്കെ എടുത്ത് വായിച്ചു നോക്കിയാല് പിന്നെ അതിനെക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത്. കഴിഞ്ഞു പോയ തലമുറകളെ നശിപ്പിച്ച ആ ചരിത്രം. അപ്പൊ ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട് എന്ന്. സക്കൻതും ഫീ മസാക്കിനില്ലദീന ലലമു അൻഫുസഹും എന്ന് 45-ാമത്തെ ആയത്തിൽ സൂറത്ത് ഇബ്രാഹിമിലൊക്കെ പറഞ്ഞു കാണാം. കാരണം അവരുടെ പര്യവസാനത്തെ കുറിച്ചൊക്കെ ചിന്തിക്കണമെന്ന്. അപ്പൊ ഒരുപാട് തലമുറകളെ നാം നശിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നശിപ്പിച്ചപ്പോൾ കൃത്യമായ രേഖ, അവരുടെ അവധി എത്രയാണ് എന്ന് കൃത്യമായി രേഖപ്പെടുത്താതെ, കിതാബും മഅലൂം, നിർണയിക്കപ്പെട്ട നിശ്ചയിക്കപ്പെട്ട രേഖയില്ലാതെ ഒരു സമൂഹത്തെയും അള്ളാഹ് നശിപ്പിച്ചിട്ടില്ല എന്ന്. അപ്പം അള്ളാഹ് ഓരോ സമൂഹങ്ങൾക്കും എന്ത് ചെയ്തിരുന്നു? അവധി വെച്ചിരുന്നു. ആ അവധി വെച്ചപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആ സമൂഹങ്ങളെ അള്ളാഹ് എന്ത് ചെയ്തിട്ടുണ്ട്? നശിപ്പിച്ചിട്ടുണ്ട്. നശിപ്പിക്കാൻ കാരണം എന്തായിരുന്നു? അവരുടെ ധിക്കാരായിരുന്നു, അവരുടെ ദുൽമായിരുന്നു. വകയ്യിമിൻ ഖറിയത്തിൻ അതത്ത് മിൻ അംരി റബ്ബിഹ എന്നുള്ള ഇത് കാണാം സൂറത്തു ത്വലാഖില്. അതുപോലെ മുസ്ലിം സമൂഹത്തെ അങ്ങനെ നശിപ്പിക്കൂല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം സമൂഹത്തെ. എന്നാൽ തലമുറകളൊക്കെ എന്ത് ചെയ്യും? ചില ആളുകളൊക്കെ എന്ത് ചെയ്തേക്കാം? പിടികൂടിയേക്കാം. ഒരു സമൂഹം എന്നുള്ള നിലയിൽ മുസ്ലിം സമൂഹത്തെ അള്ളാഹ് എന്ത് ചെയ്യുകയില്ല? നശിപ്പിക്കുകയില്ല. അത് ലോകാവസാനം വരെ എന്ത് ചെയ്യും? നിലനിൽക്കും. അപ്പൊ എന്നാൽ മുമ്പ് കഴിഞ്ഞു പോയ സമൂഹങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? അവധി എത്തിയപ്പോഴും അള്ളാഹ് നശിപ്പിച്ചിട്ടുണ്ട്. സമൂഹത്തെ നശിപ്പിച്ചിട്ടില്ലെങ്കിൽ നമ്മൾക്കൊക്കെ ഓരോരുത്തർക്കും ഓരോ അവധി ഉണ്ട്. നമ്മൾ അവധി എത്തിയാൽ ഇദാ ജാ അജലുഹ ലാ യുഅഖിറുല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹ, അല്ലെ? അവധി എത്തിയാൽ ഒരാൾക്കും അള്ളാഹ് എന്ത് ചെയ്യൂല? നീട്ടിട്ട് കൊടുക്കൂല. അപ്പൊ നമ്മൾ സമൂഹം, വ്യക്തി എന്നുള്ള നിലയിൽ എന്തുണ്ട്? നമ്മൾക്കൊക്കെ അജല് വെച്ചിട്ടുണ്ട്. ആ അജല് മറികടക്കാൻ നമുക്ക് എന്ത് ചെയ്യൂല? സാധിക്കുകയില്ല. അടുത്ത ആയത്ത് പറയുന്നുണ്ട് അത്. മാ തസ്ബിഖു മിൻ ഉമ്മത്തിൻ അജലഹ വമാ യസ്തഖിറൂൻ. മാ തസ്ബിഖു, മുൻകടക്കുകയില്ല.
മിൻ ഉമ്മത്തിൻ, ഒരു സമൂഹവും മുൻകടക്കുകയില്ല എന്ന അജലഹ, അതിന്റെ അവധി. വമാ യസ്തഖിറൂൻ, അവർ പിന്തിപ്പിക്കപ്പെടുകയുമില്ല. വമാ യസ്തഖിറൂൻ, അഖറ, അവർ പിന്തിപ്പിക്കപ്പെടുകയില്ല. ഏതൊരു സമൂഹവും അവരുടെ അവധി എത്തിയ പിന്നെന്ത് ചെയ്യൂല എന്നാ പറഞ്ഞത്, അവരെ വെച്ചേക്കില്ല. അതാണ് മുൻഗാമികളായ സമൂഹങ്ങളൊക്കെ പടച്ചവൻ എന്ത് ചെയ്തിട്ടുണ്ട്, നശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോ നൂഹ് നബിയുടെ സമൂഹത്തെ നശിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് ഇങ്ങനെ വന്നാൽ ഹൂദ് നബി അലൈഹി സ്വലാമയുടെ, പിന്നെ സ്വാലിഹ് അലൈഹി സ്വലാമയുടെ, പിന്നെ ലൂത്ത് അലൈഹി സ്വലാമയുടെ, പിന്നെ കൗമു തുബ്ബ ഉണ്ട്, അങ്ങനെ അസ്ഹാബുൽ ഐക്കുണ്ട്. ഇങ്ങനെ പല സമൂഹങ്ങളെയും അള്ളാഹ് എന്ത് ചെയ്തിട്ടുണ്ട്, നശിപ്പിച്ചിട്ടുണ്ട്. ആ സമയത്തിയപ്പോ എന്ന ആ അവധി എത്തിയാൽ അള്ളാഹ് പിന്നെന്ത് ചെയ്യൂല എന്നാ പറഞ്ഞത്, മുന്തിക്കുന്ന പ്രശ്നമില്ല, അതുപോലെ തന്നെ പിന്തിക്കുന്ന പ്രശ്നമില്ല. അപ്പൊ അവധി എത്തുന്നതിന് മുമ്പ് അള്ളാഹ് നശിപ്പിക്കൂല, അവധി എത്തിയാൽ അള്ളാഹ് എന്ത് ചെയ്യുകയില്ല, പിന്തിപ്പിക്കുകയില്ല. അത് വ്യക്തികളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. പടച്ചവൻ നിശ്ചയിച്ച അവധി എത്തിയാൽ പിന്നെന്ത് ചെയ്യൂല, പിന്തിപ്പിക്കൂല. അവധി മാറ്റണം എന്നുണ്ടെങ്കിൽ പടച്ചവനോട് പറയണം. അത് പടച്ചവൻ നിശ്ചയിച്ചിട്ടുള്ള ആ ഖദറാണ്. ആ ഖദറിനെ മാറ്റാൻ ഏക വഴിയുള്ളൂ, പ്രാർത്ഥന മാത്രം. അപ്പൊ ചിലപ്പം 50 വയസ്സിൽ അള്ളാഹ് അവധി വെച്ചിരുന്നെങ്കിൽ പടച്ചവനെ ഒരു 10 കൊല്ലം കൂടിയൊക്കെ നീട്ടിത്തരണം എന്ന് ഓന് നല്ലോ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, ആ പ്രാർത്ഥന കബൂലാക്കിയെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ആ അവധിയെ അള്ളാഹ് നീട്ടിക്കൊടുത്തുകൂടായില്ല. നിർണയിക്കപ്പെട്ട അവധി മാറ്റാനുള്ള അധികാരം ആർക്കേ ഉള്ളൂ, അള്ളാഹ്ക്കേ ഉള്ളൂ. അത് പ്രാർത്ഥന കൊണ്ട് മാത്രമേ സാധ്യമാവുകയുള്ളൂ. അപ്പൊ മാ തസ്ബിഖു മിൻ ഉമ്മത്തിൻ അജലഹ വമാ യസ്തഖിർ. അപ്പൊ അതിലെന്താണ്, കാലാകാലം ഇവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കാമെന്ന് ആരും എന്ത് ചെയ്യണ്ട, വിചാരിക്കണ്ടെന്ന്. കാരണം പടച്ചവൻ ഓരോരുത്തർക്കും എന്ത് ചെയ്തിട്ടുണ്ട്, അവധി വെച്ചിട്ടുണ്ട്. അല്ലെ, ഇതൊക്കെ എന്റേതാക്കി സ്വന്തമാക്കി എനിക്കിവിടെ ജീവിക്കാമെന്ന് ഒരാളും എന്ത് ചെയ്യേണ്ടതില്ല, ചിന്തിക്കേണ്ടതില്ല. കാരണം പടച്ചവൻ എന്ത് ചെയ്തിട്ടുണ്ട്, അവധി വെച്ചിട്ടുണ്ട്. ആ അവധി കണ്ടെത്തിയാൽ പിന്നെന്ത് ചെയ്യൂല, സമൂഹമാണെങ്കിലും വ്യക്തിയാണെങ്കിലും പടച്ചവൻ അതെന്ത് ചെയ്യുകയില്ല, നീട്ടിക്കൊടുക്കൂല. അപ്പം നമ്മൾ നമ്മുടേതെന്ന് പറഞ്ഞിരുന്നതൊക്കെ എന്ത് ചെയ്യും, ഒരു സുപ്രഭാതത്തിൽ നമ്മളുടേതല്ലാതായി മാറും. പ്രവാചകൻ പറഞ്ഞല്ലോ, മനുഷ്യൻ മാലി 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 എന്ന് പറഞ്ഞു നടക്കും. ഇന്റെ ധനം, ഇന്റെ ധനം, ഇന്റെ ധനം, ഇന്റെ പറമ്പ്, ഇന്റെ വീട്, ഇന്റെ വാഹനം, അല്ലെ, ഇന്റെ കച്ചവടം, അങ്ങനെയാണല്ലോ പറയാറുള്ളത്. എന്നൊരു പ്രവാചകൻ ചോദിച്ചു, അവൻ ഇങ്ങനെ മാലി മാലി എന്ന് പറഞ്ഞു നടക്കണത്, അവന്റെ ധനം എന്താ അവനുള്ളത്? അവൻ ഭക്ഷണമായി കഴിച്ചത് അവന് കിട്ടി, അതുപോലെ തന്നെ അവൻ അണിഞ്ഞത് അവന് കിട്ടി, നന്മയുടെ മേഖലയിൽ അവൻ ചെലവഴിച്ചതും അവന് കിട്ടി. അതിന്റെ പിന്നിൽ ബാക്കിയുള്ളത് അവന്റെ അനന്തരാവകാശികൾ എന്തു ചെയ്യുമെന്ന് അവന് എന്തറിയാം. അല്ലെ, ചിലപ്പം ഭക്ഷണം പോലും കഴിക്കാതെ ആയിരിക്കും പിഷ്കി ഉണ്ടാക്കിയിട്ടുണ്ടാകുക. അല്ലെ, ഒരു നല്ല വസ്ത്രം അണിയാതെ ആയിരിക്കും പിഷ്കി ഉണ്ടാക്കിയിട്ടുണ്ടാകുക. നന്മയുടെ മേഖലയിൽ ഒരു 5 പൈസ ചെലവഴിക്കാതെ ആയിരിക്കും പിഷ്കി ഉണ്ടാക്കിയിട്ടുണ്ടാകുക. പിശുക്കിനെ ഖുർആൻ അതിനിശിതമായി വിമർശിച്ചിട്ടുണ്ട്. സൂറത്ത് ആലിമ്രാനിലൊക്കെ പറഞ്ഞ് പിശുക്കി നന്മയുടെ മാർഗത്തിൽ ചെലവഴിക്കാതെ പിശുക്കി ഉണ്ടാക്കിയ സമ്പത്തൊക്കെ അവന്റെ കഴുത്തിൽ ആഭരണമായിട്ട് പരലോകത്തിൽ കെട്ടിത്തൂക്കുന്ന പറഞ്ഞു. സയുത്തവ്വക്കൂന 180-ാമത്തെ ആയത്തിലാണ് എൻ്റെ ഓർമ്മ, സൂറത്ത് ആലിമ്രാനിൽ. അതേപോലെ തന്നെ പിശുക്ക് കാണിക്കുന്നവർക്ക് അത് അവർക്ക് ഹൈറാണ് എന്ന് വിചാരിക്കേണ്ടതില്ല എന്നാണ് ആയത്ത് പറഞ്ഞിട്ടുള്ളത്. പിശുക്ക് കാണിക്കുന്നവരെ കാഫിരീങ്ങളോടാണ് ഉപമിച്ചിട്ടുള്ളത്. സൂറത്തുൻ നിസായില് 36-ാമത്തെ ആയത്തിലെങ്ങാണ്ട് അവരെ കാഫിരീങ്ങൾ എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ നന്മയുടെ മേഖലയിൽ പിശുക്കി, നല്ലൊരു വസ്ത്രം പോലും അണിയാതെ പിശുക്കി, ഒരു നല്ല ഭക്ഷണം കഴിക്കാതെ പിശുക്കി ഉണ്ടാക്കിയിട്ട്, അല്ലേ, ചിറ്റാരാ ഊരണ്ടത് എന്നുള്ളടത്തേക്കാരൻ തർക്കമ്മ മരിച്ചാൽ, ഇല്ലേ, കാതു തൂക്കി ആരാണ് എടുക്കേണ്ടത് എന്നുള്ളടത്ത് തർക്കമാവും. അങ്ങനെ തർക്കത്തിലായിരിക്കും. വാപ്പൊക്കെ മരിച്ച് 18 കൊല്ലം 20 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് ഓരിയക്കാത്ത സ്വത്തൊക്കെ ഉണ്ട് ഇപ്പോഴും. അപ്പി എന്തേ തർക്കം തീരണില്ല, എങ്ങനെ ഓരിയക്കും എന്നുള്ളത് തർക്കം തീരണില്ല. ഒരു സ്കൂള് പിന്നെ അത്യാവശ്യം ഇപ്പൊ തെറ്റില്ലാത്ത നിലക്ക് പോകണം, പക്ഷെ ഇപ്പൊ സ്കൂൾ നോക്കാൻ ആരുമില്ല. ഇതൊക്കെ ഇങ്ങനെ ബിൽഡിങ്ങൊക്കെ ഇങ്ങനെ ജീർണിച്ച് കിടക്കുകയാണ്. അപ്പൊ ഞാൻ ആ സ്കൂളിൽ ഇങ്ങനെ എത്തിയപ്പോ എന്താ അതിങ്ങനെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ,
അപ്പൊ അതിനൊരു 12ഓളം പിന്നെ അവകാശികളുണ്ട്, ആണുങ്ങളും പെണ്ണുങ്ങളും ആയിട്ട് 12ഓളം അവകാശികളുണ്ട്. അപ്പൊ ചില അവകാശികളിൽപ്പെട്ട ആളുകൾ ഇവിടെ അധ്യാപകരായിട്ടുണ്ട്. അപ്പൊ ഇത് ഓരിയൊക്കെ തർക്കം. അധ്യാപകരായി നിയമിതരായ അവകാശികൾക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റൂല, സാധാരണ ആണോഹരി കൊടുക്കണം അതിൽ കൊടുക്കാൻ പറ്റൂല. അപ്പം അല്ലാത്തവർക്ക് എന്ത് ചെയ്യണം, കുറച്ച് കൂടുതൽ കൊടുക്കണം എന്നൊരു തർക്കത്തെ. ബാക്കിയുള്ള സ്വത്തൊക്കെ ഓരി വെച്ചിട്ട് സ്കൂള് മാത്രം ഏകദേശം ഒരു 2 ഏക്കറോളം സ്ഥലം ഉണ്ടാവും, ഓരി വെച്ചിട്ടില്ല. എന്തേ കാരണം? ഇതാണ് പ്രശ്നം. അപ്പൊ ആലോചിച്ചോക്കെ, ഇത് നമ്മളിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാല്, അപ്പൊ ഉണ്ടാക്കണ്ടെന്നല്ല പറഞ്ഞത് അല്ലെ? വസിയത്ത് എഴുതുമ്പോൾ പ്രവാചകൻ നിർദ്ദേശം എന്താ? 3-1 വസിയത്ത് ചെയ്യാൻ പാടുള്ളൂ, അതിന്റെ അപ്പുറം ചെയ്യരുത് എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിന്റെ അനന്തരാവകാശികളെ യാചിക്കുന്നവരായി ഉപേക്ഷിക്കുന്നതിനേക്കാൾ അവരെ ഐശ്വര്യവാന്മാരായി സ്വയം പര്യാപ്തരായി അവരെ ഇട്ടേച്ചു പോകുന്നതാണ് നല്ലത്. അപ്പൊ അനന്തരാവകാശികൾക്ക് വേണ്ടി കരുതണം. പക്ഷെ ആ കരുതുമ്പം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളുടേതാക്കാൻ കഴിയണം. നമ്മളുടേതായത് നമ്മൾ കഴിച്ച ഭക്ഷണം. അതിന്റെ അർത്ഥം എന്നും പിന്നെ മന്തി തന്നെ വാങ്ങി കഴിക്കണം എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഭക്ഷണം കഴിച്ചത് നമുക്കുള്ളതാണ്. പിന്നെ നമ്മൾ അണിഞ്ഞത് നമ്മളുടേതായി മാറി, വസ്ത്രമായി. നന്മയുടെ മാർഗത്തിൽ ചെലവഴിച്ചതും നമ്മളുടേതായി. അബൂദറുൽ ഗഫാരി പ്രമുഖ സഹാബിയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഇവർക്കൊക്കെ പെൻഷൻ ഉണ്ട്. ഒരു വർഷത്തെ പെൻഷൻ അബൂദറിന് ഒന്നായിട്ട് കൊടുത്തു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശപ്രകാരം. അദ്ദേഹം ആ തുകയൊക്കെ ആയിട്ട് ഇങ്ങനെ വീട്ടിൽ വന്നിട്ട് ഒരു പഴയ തുണി വാങ്ങിയിട്ട് ആ തുണികളൊക്കെ കഷ്ണങ്ങളാക്കി അതിലിങ്ങനെ കുറേശ്ശെ നാണയത്തുട്ടുകളൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ അങ്ങാടി പോയിന്ന. അപ്പൊ ഭാര്യ വിചാരിച്ചു, ഇത് ഓരോ കിഴി ഓരോ കടയിൽ ഫാൻസിയിൽ കൊടുത്തിട്ട് അവിടുന്ന് ഫ്രൂട്ട്സ് കടയിൽ കൊടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പുറത്ത് കൊടുത്തുകാണ്ട് അവിടുന്ന് അതൊക്കെ അങ്ങ് സാധനമായിട്ട് വരുന്നതാണ്. പക്ഷെ അബൂദർ വെറും കൈയോടെയാണ് മടങ്ങിയെന്ന്. അപ്പൊ കുറച്ചൊരു ദേഷ്യത്തില് ചോദ്യം, എന്തെങ്കിലും ആ പൈസ ഒക്കെ കട്ടിയേ? ഖലീഫ കണ്ടറിഞ്ഞ് തന്ന കാശൊക്കെ എന്തേ ചെയ്തത് നിങ്ങള്? അപ്പൊ അബൂദർ പറഞ്ഞത്രേ, ഞാൻ എന്റേതാക്കി. അപ്പൊ അന്ന് സായാഹ്ന ശാഖ ഉണ്ടായി, അതിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു എന്നാണോ? ഞാൻ എന്റേതാക്കി എന്ന് പറഞ്ഞപ്പോ, അഥവാ ഞാനത് അങ്ങാടി കൂടെ ഇങ്ങനെ നടന്ന് എന്നെക്കാൾ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നവർക്കൊക്കെ എന്ത് ചെയ്തു, ഓരോ കിഴി അങ്ങനെ കൊടുത്തിട്ട് ഞാൻ എന്റേതാക്കി. അപ്പൊ നന്മയുടെ മേഖലയിൽ ചെലവഴിച്ചു, അതേ കിട്ടുള്ളൂ മനുഷ്യന് എന്ന്. അപ്പൊ ആലോചിച്ച് നോക്കും നിങ്ങൾ. അപ്പൊ നമ്മളുടെ അവധി എത്തിയാല് നമ്മളെ മുന്തിക്കൂല പിന്തിക്കൂല ഉണ്ട്. നമ്മളുടെ ശേഷം നമ്മളുടെ സമ്പത്ത് നമ്മളുടെ അനന്തരാവകാശികൾ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് നമുക്ക് ഒരു പിടുത്തമില്ല. ചിലപ്പോ അത് മതിയാവും ഒരു തല്ലൂടാൻ. അപ്പൊ അതിനുള്ള വകുപ്പൊന്നും ഉണ്ടാക്കി വെക്കും ചെയ്യാൻ പാടില്ല. പിന്നെ ചമ്മാട് അടുത്തൊരു സ്ഥലത്ത് പിന്നെ ഒരു കലക്ഷന് വേണ്ടി പോയപ്പോ അടുത്ത വാപ്പ 3 ആൺകുട്ടികളുണ്ട്. ആ 3 ആൺകുട്ടികളെയും വിളിച്ച് ഞങ്ങളെ മുമ്പിലിരുത്തി. എന്റെ കൂടെ വേറെ 2 ആളുകളും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ ഒരാള് MBBS പഠിക്കുകയാണ്. ഇവന് വേണ്ടി MBBS പഠിക്കുന്ന ആൾക്ക് വേണ്ടി ഞാൻ കുറച്ച് കൂടുതൽ ചെലവഴിച്ചിട്ടുണ്ട്. ഇവർക്ക് എന്താക്കും അത്ര ഞാൻ ചെലവഴിച്ചിട്ടില്ല. ഇവർക്കൊക്കെ അധ്യാപകരായ മറ്റേ 2 ആൺകുട്ടികൾക്ക്. എന്നിട്ട് ഞങ്ങളെ മുമ്പിൽ വെച്ചിട്ട് ഇവരോട് പറയാണ്, ഇവന് കൊടുത്ത കൂടുതൽ കാശ് ഇന്റെ സ്വത്ത് ഓരിയെക്കുമ്പോ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അത് കണക്കറിയാൻ പാടില്ല. നിങ്ങൾ സാക്ഷിയാണ് കേട്ടോ, അതുപോലെ കണക്കറിയാൻ പാടില്ല. എന്താ അത്? ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ സ്വത്ത് ഞാൻ ഓന് കൊടുത്തത്. കാരണം ഞാൻ ഓനോട് പറഞ്ഞിട്ടുണ്ട്, നീ ഒരു 10 രോഗികളെ പരിശോധിക്കുമ്പോൾ ഒരു 3 രോഗികൾക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യണം, നീ മരുന്നും പരിശോധനയൊക്കെ കൊടുക്കണം. അത് ഞാൻ ആ കാശ് മുടക്കണേ നിന്റെ ഖബർക്കെത്താനാണ്. അപ്പൊ നിങ്ങൾ ആ പൈസ എന്ത് ചെയ്യരുത്, നിന്റെ സ്വത്ത് ഒരിക്കുമ്പോ ഓനോട് ചോദിക്കാൻ പാടില്ല. എന്താ ഞാൻ ഓനെ ഡോക്ടറാക്കണത്, എനിക്കൊരു ഗുണം കൂടിയും കിട്ടണം. ഓനൊരു 10 ആളെ നോക്കുമ്പോൾ എന്ത് ചെയ്യണം, 10 രോഗികളെ നോക്കുമ്പോൾ 3 രോഗികൾക്ക് ഫ്രീ ട്രീറ്റ്മെന്റ് ഓൻ കൊടുത്തോളണം. അതിന്റെ ആ ഖബർക്ക് എനിക്ക് എത്തണം. അപ്പൊ ആലോചിച്ച് നോക്കിയട്ടെ, നമുക്കങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? എന്തേ? ദുനിയാവിനേക്കാൾ ആഖിറത്തിന് പ്രാധാന്യം നൽകി. അപ്പൊ ആ ആഖിറത്തിനെ കുറിച്ച് ബോധമില്ലെങ്കിൽ നമ്മൾ ചവറായി മാറുന്നു. അന്ത് ഉസായി ശൈലി, ഈ തീറ്റക്കൊതിയന്മാർ ഭക്ഷണ തളികയിലേക്ക് വരുന്നത് പോലെ മുസ്ലിം സമൂഹത്തെ കൊട്ടും ശത്രു സമൂഹം. അപ്പൊ ആലോചിച്ച് നോക്ക്, ഏകദേശം ആ കാലഘട്ടത്തിലാണ് അല്ലേ, ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മുമ്പുണ്ടായിരുന്നതിനേക്കാൾ മുസ്ലിം സമൂഹത്തിന് വിദ്യാഭ്യാസം ഉണ്ട്, മുമ്പുണ്ടായിരുന്നതിനേക്കാൾ പിന്നെ നല്ല സാമ്പത്തിക ശേഷി ഉണ്ട്, മുമ്പുണ്ടായിരുന്നതിനേക്കാൾ സംഘബലുണ്ട്, മുമ്പുണ്ടായിരുന്നതിനേക്കാൾ സാമാജികരുണ്ട്, എല്ലാം ഉണ്ട്.
പക്ഷെ എന്നാലും മുസ്ലിം സമൂഹം ഇങ്ങനെ ഒരു പതർച്ചൽ ഇങ്ങനെ പോവുകയാണ്. അത് എന്തുകൊണ്ടാണ്? ഇതാണ് നമ്മളുടെ ലക്ഷ്യം ദുനിയാവായി മാറുന്നു. ദുനിയാവല്ല ആഖിറമാണ് ലക്ഷ്യം വെക്കേണ്ടത്. അപ്പൊ അത് ആഖിറമല്ല ദുനിയാവാണ് ലക്ഷ്യം വെക്കുന്നത് എങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട അത്യാവശ്യമുള്ള കാര്യങ്ങളിൽ നിന്ന് അത് നമ്മളുടെ ശ്രദ്ധ തിരിച്ചുവിടും. അവധിയുണ്ട് എന്നല്ലേ ദുനിയാവിനെ കുറിച്ച് എന്താ പറഞ്ഞത്? ഇല്ല മത്താവുൽ ഉറൂർ എന്നാ പറഞ്ഞിട്ടില്ലേ? വഞ്ചനയുടെ ചരക്കാണ്. സൂറത്ത് ഹദീദിലെ 20-ാമത്തെ ആയത്ത് എങ്ങനെയാണ്? അന്നമൽ ഹയാത്തി ദുനിയ ലഇബുൻ വലഹ്വുൻ വതഫാഖുറുൻ വതകാസുറുൻ ഫിൽ അംവാലി വൽ അൻഫുസി. ല്ലേ? നിങ്ങൾ അറിയണം എന്താണ് ദുനിയാവ് എന്നുള്ളത്? കളിയാണ് കൂട്ടരെ, വിനോദമാണ്, പരസ്പരം പെരുമ നടിക്കലാണ്, സമ്പത്തിന്റെയും സന്താനങ്ങളുടെയും പേരിൽ അഹങ്കരിക്കലാണ്, അലങ്കാരമാണ്. സീനത്ത് എന്ന പ്രയോഗം കൂടി നടത്തിയിട്ടുണ്ട്, അലങ്കാരമാണ്. എന്നിട്ട് അവിടെ ഒരു ഉപമ പറഞ്ഞു, മഴയിൽ മുളച്ചു പൊങ്ങിയ കൃഷി അതൊക്കെ എന്ത് ചെയ്തു? കുറച്ചു കഴിഞ്ഞപ്പോൾ നശിച്ചു പോയി. ഇതുപോലെയാണ് അത് കർഷകരെ അത്ഭുതപ്പെടുത്തിയത്. ആ ആയത്ത് അവസാനിക്കുന്നിടത്ത് കാണാം ഒമൽ ആയാത്തി ദുനിയ ഇല്ല മത്താഉൽ ഖുറൂർ എന്ന്. അപ്പം ഇഹലോകമല്ല പരലോകമാണ് നമ്മളുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ന ബോധത്തോടു കൂടി നമ്മൾക്കൊരു അവധി അള്ള നിശ്ചയിച്ചിട്ടുണ്ട്. ആ അവധി ആർക്കും പറഞ്ഞു തന്നിട്ടില്ല അല്ല. അതുകൊണ്ട് ഏത് സമയത്തിന്റെ അവധി വരാം. അപ്പൊ ഏത് സമയത്തും വലാ തമൂത്തുന്ന ഇല്ലവാത്തും മുസ്ലിം. അതാണ് അതിന്റെ പോയിന്റ്. വലാ തമൂത്തുന്ന, നിങ്ങൾ എവിടുന്നാ മരിക്കുക, എങ്ങനെ മരിക്കുക, എപ്പോഴാ മരിക്കുക, ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. പക്ഷെ മരിക്കുമ്പോ നിങ്ങൾ ആരായിരിക്കണം? നിങ്ങൾ മുസ്ലിങ്ങളായിരിക്കണം. ഫിനിഷിംഗ് പോയിന്റ് പ്രധാനമാണ്. ഫിനിഷിംഗ് പോയിന്റ് വളരെ പ്രധാനമാണ്. അപ്പൊ എല്ലാ സമയത്തും എന്ത് ചെയ്യണം? ഓ മരണത്തിന് ഒരുങ്ങിയിരിക്കണം. അപ്പൊ ഒരു മുസ്ലിമിന് പറ്റാത്തതൊന്നും അവന്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പം നമ്മളൊന്ന് വിലയിരുത്തി നോക്കുക നമ്മളുടെ ജീവിതത്തെ കുറിച്ച്. ഇനി പ്രവാചകനെ ശത്രുക്കൾ അഭിമുഖീകരിച്ച് കൊണ്ട് അവർ പല ആക്ഷേപങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് അടുത്ത ആയത്തിൽ 6-ാമത്തെ വചനം. വഖാലു, അവർ പറഞ്ഞു. ആര് പറഞ്ഞു? സത്യനിഷേധികൾ പറഞ്ഞു. ആളുകൾ പറഞ്ഞു, യാ അയ്യുഹല്ലദീ നുസ്സില അലൈഹി ദിക്ർ, ഉത്ബോധനം ഇറക്കപ്പെട്ടവനായ ഒരുത്തനെ. യാ അയ്യുഹല്ലദീ, ഒരുവനെ. എന്താണ് ആ ഒരുവന്റെ പ്രത്യേകത? നുസ്സില, ഇറക്കപ്പെട്ടിട്ടുണ്ട്, അലൈഹി, അവന്റെ മേൽ, അദ്ദിക്ർ, ഉത്ബോധനം. അപ്പൊ ഉത്ബോധനം ഇറക്കപ്പെട്ടിട്ടുള്ളവനെ. എന്തിനാണ് ഉത്ബോധനം എന്ന് പറഞ്ഞത്? അവര് ദിക്ർ ഖുർആനെ കുറിച്ചാണ്. അപ്പൊ ദിക്ർ, ആ ഖുർആൻ ഇറക്കപ്പെട്ടിട്ടുള്ളവനെ എന്താണ്? ഇന്നക ലമജ്നൂൻ, തീർച്ചയായും നീ ഭ്രാന്തൻ തന്നെയാകുന്നു. അപ്പൊ സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ പ്രവാചകനെതിരെ ഉന്നയിച്ചിട്ടുള്ള ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണത്. 5 ആരോപണങ്ങളാണ് അവർ ഉന്നയിച്ചത് പ്രവാചകനെതിരെ. കാര്യമായിട്ട് 5 ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. അതിൽ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഇന്നക ലമജ്നൂൻ, നീ ഭ്രാന്തനാണ് എന്ന്. ഖുർആൻ അതിന് മറുപടി നൽകിയിട്ടുണ്ട്. ഒന്ന്, വമാ സാഹിബുക്കും ബി മജ്നൂൻ, നിങ്ങളുടെ കൂട്ടുകാരൻ ആരല്ല, ഭ്രാന്തനല്ല എന്ന്. അപ്പൊ മൂസാ അലൈഹി സ്വലാമിനെ കുറിച്ചും ഫിറോൻ പറഞ്ഞതായിട്ട് കാണാം. മൂസാ അലൈഹി സ്വലാമിയുടെ ചോദ്യത്തിന്റെ മുമ്പിൽ ഉത്തരം മുട്ടിയ ഫിറോൻ പറഞ്ഞത് കാണാം, നിങ്ങളിലേക്ക് അയക്കപ്പെട്ടവൻ മജ്നൂനാണ്, ഭ്രാന്തനാണ്. അപ്പം കാലാകാലങ്ങളിൽ വന്ന പ്രവാചകന്മാരെ ശത്രുക്കൾ ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞൊരു കാര്യമാണെന്ത്? ഭ്രാന്തനാണ് എന്നുള്ളത്. അപ്പൊ പ്രവാചകനെ കുറിച്ച് സത്യനിഷേധികളായ ആ മുശ്രിക്കുകൾ പറഞ്ഞത് എന്താണ്? അല്ലയോ ഉത്ബോധനം ഇറക്കപ്പെട്ടവനെ. അപ്പം പടച്ചവൻ എനിക്ക് വഹി നൽകിയിട്ടുണ്ട്, ഈ വചനങ്ങൾ ആ ദിക്റിന്റെ ഭാഗമാണ് എന്ന് പ്രവാചകൻ പറഞ്ഞപ്പോഴാണ് അവരുടെ മറുപടി എന്താ? യാ അയ്യുഹല്ലദീ നുസ്സില അലൈഹി ദിക്ർ,
ദിക്റ് ഇറക്കപ്പെട്ടവനെ ഇന്നകല മജ്നൂൻ, നീ ഭ്രാന്തന. അപ്പൊ ഒരാളെ കുറിച്ച് ഭ്രാന്തനാണ് എന്ന് സ്വന്തം നാട്ടുകാർ പറയുമ്പോ അല്ലേ, ചിലപ്പം എന്തോ ഒരു സംതിങ് റോങ് ഉണ്ടോ എന്ന് തോന്നിപ്പോവും. കാരണം ഇത് പറയുന്നവരാരാ? പ്രവാചകന് ഒരു വേള അങ്ങേയറ്റം സ്നേഹിക്കുകയും അൽ അമീൻ എന്ന് വിളിക്കുകയും ചെയ്ത ആളുകളാണ്. അൽ അമീൻ അല്ലെ, വിശ്വസ്തൻ എന്ന് വിളിച്ച ആ സ്ഥാനപ്പേര് കൊടുത്ത സമൂഹമാണ് പറയുന്നത് പ്രബോധനം തുടങ്ങിയപ്പോ ഇന്നക്കല മജ്നൂൻ. പ്രവാചകരും തന്നെ അങ്ങനെ ഉണ്ടോന്നൊരു സംശയം അല്ലെ, എന്താ ഇവര് ഇങ്ങനെ പറയാ? അപ്പൊ ഖുർആൻ അതിനൊരു മറുപടി നൽകിയിട്ടുണ്ട്. എന്താ? മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ. അതേതാ? ഒരു അധ്യായത്തിന്റെ 2-ാമത്തെ ആയത്താണത്. മാ അൻത ബിനിഅമതി റബ്ബിക, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് പ്രവാചകരെ നിങ്ങൾ ആരല്ല, ഭ്രാന്തനല്ല. ആ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് മുഫസ്സിറുകള് അമാനിമോലിയൊക്കെ കൊടുത്തിട്ടുണ്ട്. പ്രവാചകന് ജിന്ന് ബാധിച്ച് പ്രവാചകന് ഭ്രാന്ത് ബാധിച്ചിട്ടുണ്ട് എന്ന് ആരോപിച്ചവരുടെ ആരോപണത്തിന് മറുപടിയായിട്ടാണ് ഖുർആൻ ഇത് പറഞ്ഞിട്ടുള്ളത് എന്ന്. മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ. മറ്റൊന്ന് ആരോപണം പറഞ്ഞ പ്രവാചകൻ മാരണം ബാധിച്ചവനാണ്, സാഹിർ മസൂറാണ് എന്ന്. പിന്നെ പറഞ്ഞു സാഹിറാണ്, അല്ല മാരണക്കാരനാണ് എന്ന് പറഞ്ഞു. ചിലപ്പോൾ പറഞ്ഞു കവിയാണ് എന്ന് പറഞ്ഞു. വേറെ ചിലപ്പോൾ പറഞ്ഞു ജ്യോത്സ്യനാണ് എന്ന് പറഞ്ഞു. മറ്റൊരാരോപണമാണ് ഭ്രാന്തനാണ് എന്ന്. ഈ ആരോപണങ്ങൾ പ്രവാചകന്റെ പേരിൽ ആരുന്നയിച്ചാലും അവരൊക്കെ മതത്തിന്ന് പുറത്തുപോയി എന്നാണ് 2 അധ്യായത്തിലെ 2 ആയത്തിൽ ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുള്ളത്. സൂറത്തു ഇസ്രായിലെ 48-ാമത്തെ ആയത്ത്, അതുപോലെ തന്നെ ഫുർഖാനിലെ 9-ാമത്തെ ആയത്ത് ഒരേ ആയത്താണ്. ഉൻദുർ കൈഫ ലറബൂ ലക്കൽ അംസാൽ ഫളല്ലു ഫലാ യസ്തതിഊന സബീല. ഉൻദുർ, പ്രവാചകരെ താങ്കൾ ചിന്തിച്ചു നോക്കുക. കൈഫ ലറബൂ ലക്ക, എങ്ങനെയാണ് അവർ താങ്കൾക്ക് ഉപമിച്ചിട്ടുള്ളത്. കൈഫ ലറബൂ ലക്കൽ അംസാൽ, ഉപമകൾ. അപ്പൊ പ്രവാചകനെ അവർ ഉപമിച്ചത് ഭ്രാന്തനോട് ഉപമിച്ചു, മാരണക്കാരനോട് ഉപമിച്ചു, മാരണം ബാധിച്ചവനോട് ഉപമിച്ചു, കവിയോട് ഉപമിച്ചു, അതുപോലെ തന്നെ ജ്യോത്സ്യനോട് ഉപമിച്ചു. ഇങ്ങനെ പ്രവാചകനെ ഉപമിച്ചിട്ടുള്ള ആളുകൾ ഫളല്ലു, അതിനാൽ അവർ പഴച്ചുപോയി. ഫലാ യസ്തതിഊന സബീല, അതുകൊണ്ട് തന്നെ നേർമാർഗം പ്രാപിക്കാൻ അവർക്ക് സാധ്യമല്ല. അമാനി മൗലവി ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ സൂറത്തു നേരത്തെ പറഞ്ഞുള്ള ഇസ്രായിലെ 48-ാമത്തെ ആയത്ത്, സൂറത്തു ഇസ്രായിലെ 48-ാമത്തെ ആയത്തിന് അമാനി മൗലവി വിശദീകരിക്കുമ്പോൾ ഈ 5 കാര്യങ്ങളും അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. 48-ാമത്തെ ആയത്ത് അവിടെ 47, 48 ആയത്തുകളെ അമാനി മൗലവി ഒന്നിച്ചാണ് വിശദീകരിക്കുന്നത്. നഹ്നു അഅലമു ബിമാ യസ്തമിഊന ബിഹി ഇദ് യസ്തമിഊന ഇലൈക വൈദുഹും നജ്വ ഇദ് യഖൂലു ളാലിമൂന ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറ. ഇത് 47-ാമത്തെ ആയത്ത്. എന്നിട്ട് 48-ാമത്തെ ആയത്താണ് ഉൻദുർ കൈഫ ലറബൂ ലക്കൽ അംസാൽ ഫളല്ലു ഫലാ യസ്തതിഊന സബീല. അതിന്റെ അർത്ഥം പറഞ്ഞിട്ട് അമാനി മൗലവി വിശദീകരിക്കുകയാണ്. മുശ്രിക്കുകൾ ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ ഓതുന്നത് രഹസ്യമായി ചെവിയോർത്തുകൊണ്ടിരിക്കും. കാര്യം ഗ്രഹിക്കുവാനോ സത്യം മനസ്സിലാക്കുവാനോ വേണ്ടിയല്ല, പരിഹാസ്യത്തിനും നിഷേധത്തിനും വല്ല മാർഗവും കണ്ടെത്തുവാൻ വേണ്ടി മാത്രം. പിന്നീട് ഇവനു ആരോ മാരണം ചെയ്തിരിക്കുകയാണ്, ഇവന്റെ ബുദ്ധി ഭ്രമിച്ചു പോയിരിക്കുന്നു, ഇവനെ പിൻപറ്റുന്നതിന്റെ അർത്ഥം ഭ്രാന്തനെ പിൻപറ്റുക എന്നാണ് എന്നൊക്കെ പറഞ്ഞു പ്രചരിപ്പിക്കുകയും ചെയ്യും. അവരുടെ ഈ ഗൂഢപ്രവർത്തനങ്ങളും അതിനു അവരെ പ്രേരിപ്പിക്കുന്ന കാരണങ്ങളുമൊക്കെ അള്ളാഹുവിനു നന്നായി അറിയാം എന്നത്ര ആദ്യ വചനത്തിൽ പറഞ്ഞതിന്റെ സാരം. ആദ്യ വചനം 47-ാമത്തെ വചനം. ഇനി അടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി മാരണം ബാധിച്ചവൻ, ഗണിതക്കാരൻ, ഭ്രാന്തൻ, മാരണക്കാരൻ, കവി എന്നിങ്ങനെ പലതും അവർ പറയാറുള്ളതിനെ പറ്റിയാണ് 2-ാമത്തെ വചനത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. 2-ാമത്തെ വചനം എന്ന് പറഞ്ഞാൽ 48-ാമത്തെ വചനം. നബിയെ നോക്കൂ, എങ്ങനെയാണ് അവർ നിനക്ക് ഉപമകൾ വിവരിച്ചതെന്ന്, അങ്ങനെ അവർ വഴി പിഴച്ചു പോയിരിക്കുന്നു, ഇനി അവർക്ക് ഒരു മാർഗവും പ്രാപിക്കുക സാധ്യമാവുകയില്ല. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്
ഈ 5 ആരോപണം ആരുന്നയിച്ചാലും ഒരു പഴച്ചു പോയിട്ടുണ്ട്. ഉള്ളൂർ കൈഫൽ അറബുലക് ഫലല്ലു, അതിനാൽ അവർ പഴച്ചു പോയിട്ടുണ്ട്. ഫലല്ലു ഏതിനാൽ? പ്രവാചകരെ കുറിച്ച് ഈ രീതിയിൽ ഉപമകൾ പറഞ്ഞതിലൂടെ, ആരോപണങ്ങൾ ഉന്നയിച്ചതിലൂടെ എന്ന്. അപ്പം ശത്രുക്കൾ ഉന്നയിച്ച ആരോപണമാണ് പ്രവാചകന് ഭ്രാന്ത് ബാധിച്ചിട്ടുണ്ട് ഇല്ല മജ്നൂൻ എന്നത്. എന്തിനാ? ഖുർആനെ എതിർക്കാൻ വേണ്ടിയിട്ട്. ഖുർആൻ എന്തൊക്കെ ഭ്രാന്ത് ബാധിച്ചിട്ട് എന്തൊക്കെ പറയാണ്. പ്രവാചകൻ ഖുർആനെ കുറിച്ച് എന്താ പറഞ്ഞത്? അള്ളാഹു എനിക്ക് വഹി നൽകിയിട്ടുണ്ട്, ഇത് അള്ളാഹുവിന്റെ കലാമാണ്, ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് എനിക്ക് ഓതി കേൾപ്പിച്ചതാണ്, അതാണ് ഞാൻ നിങ്ങൾക്ക് ഓതി കേൾപ്പിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ ഇത് പിന്തുടരണം. അപ്പോഴാണ് ശത്രുക്കൾ പ്രവാചകനെ ഖണ്ഡിക്കാൻ മാർഗമില്ലാതെ മുഹമ്മദിന് എന്തോ തകരാറ് പറ്റിയത്, ഭ്രാന്ത് ബാധിച്ചിട്ടുണ്ട്, എന്നിട്ട് അവൻ പറയുന്നതാണ് ഇത് എന്ന്. അപ്പം ഒരിക്കലും അത് ശരിയല്ല. പ്രവാചകൻ എന്ത് ബാധിച്ചിട്ടില്ല? ഭ്രാന്ത് ബാധിച്ചിട്ടില്ല, മാരണം ബാധിച്ചിട്ടില്ല, മാരണക്കാരനല്ല പ്രവാചകൻ, ഗണിതക്കാരൻ അഥവാ ജ്യോത്സ്യനല്ല, പ്രവാചകൻ കവിയുമല്ല, മറിച്ച് പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ വചനമാണ് എന്ന്. അപ്പം ആ ഖുർആനെ കുറിച്ചാണ് തുടങ്ങിയത് പല അധ്യായങ്ങളിലും. തിൽക്കായാത്തുൽ കിതാബ് വ ഖുർആനിൻ മുബീൻ. അപ്പൊ ആ ഗ്രന്ഥത്തിനോട്, ആ അള്ളാഹുവിന്റെ കലാമിനോട് നമ്മൾ എത്രമാത്രം കടപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക. എന്നിട്ട് ആ ഖുർആനുമായി ബന്ധപ്പെട്ട് കൂടുതൽ അടുക്കാനും അത് വായിക്കാനും പഠിക്കാനും നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ള സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹുവേ നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥാ. ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണമേ നാഥാ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന മാതാപിതാക്കള്, മക്കള്, ഇണകള്, ബന്ധുക്കള്, ഗുരുനാഥന്മാര്, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ, ഈ സദസ്സിൽ പങ്കെടുക്കുന്നവർ എല്ലാവർക്കും അവരുടെ രോഗങ്ങളെ പൂർണ്ണമായി ശിഫയാക്കി കൊടുക്കണമേ നാഥാ. എല്ലാവിധ പ്രയാസങ്ങളെയും ദൂരീകരിച്ച് ജീവിതത്തിൽ ആശ്വാസം നൽകണമേ നാഥാ. മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെ നീ അനുഗ്രഹിക്കണമേ നാഥാ. ഫാസിസ്റ്റുകളുടെ എല്ലാവിധ കുതന്ത്രങ്ങളെയും പരാജയപ്പെടുത്തി അവരുടെ ഫിത്തനകളിൽ നിന്ന്, ഷെറിൽ നിന്ന് ഞങ്ങളെയും കുടുംബത്തെയും രാജ്യത്തെയും രാജ്യക്കാരെയും നീ കാത്തുരക്ഷിക്കണമേ നാഥാ. സിയോണിസ്റ്റുകളുടെ എല്ലാവിധ ദുൽമിൽ നിന്നും ലോകത്തെ നീ കാത്തുരക്ഷിക്കണമേ നാഥാ. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറ വ മുഖാമ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുരിയാത്തിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. 32